പ്രധാനമായും മനുഷ്യന്റെ ഭൗതികമായ ജീവിതത്തിന്റെ ഘട്ടങ്ങളെന്ന് പറയുന്നത് 5 ഘട്ടങ്ങളാണ്. ഒരു മനുഷ്യന് ഭൗതിക ജീവിതത്തിലുള്ളത് പ്രധാനമായി 5 ഘട്ടങ്ങളാണ്. ഒന്ന്, അറബിയിൽ ആ ഘട്ടത്തിന് പറയാറുള്ളത് തുഫൂല എന്നാണ്. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് കുട്ടിക്കാലമെന്ന്, ശൈശവദശ എന്ന്. ഇംഗ്ലീഷിൽ അതിന് പറയാറുള്ളത് ചൈൽഡ്ഹുഡ് എന്നാണ്. ഒന്നാമത്തെ ഘട്ടമാണത്. ഭൗതികമായ മനുഷ്യ ജീവിതത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ് ശൈശവദശ എന്ന് പറയുന്നത്, കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഒരാൾ തന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വീണത് മുതൽ 6 7 വയസ്സാകുന്നവരെ പഴയ കാലത്ത് ഉസ്താദുമാർ പറഞ്ഞു തരാറുണ്ട്, വകതിരിവെത്തുന്നത് വരെ വക തിരിച്ചറിയാനുള്ള പ്രായമാവുക. എന്താണ് ഈ വക തിരിച്ചറിയുന്നത്? മലവും മൂത്രവുമെല്ലാം വക തിരിച്ചറിയുക. മൂത്രമുടിച്ചാൽ വൃത്തിയാക്കണമെന്ന്, മലം വിസർജിച്ചാൽ കഴുകണം എന്ന തിരിച്ചറിവുണ്ടാവുക. ഏകദേശം അത് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് 6 7 വയസ്സാകുന്നവരെ. അതാണ് തുഫൂല എന്ന ഘട്ടമായി പരിഗണിക്കപ്പെടുന്നത്. കുട്ടിക്കാലം എന്ന അതിന് നമ്മൾ പറയാറുള്ളത്. അതാണ് മനുഷ്യന്റെ ഒന്നാമത്തെ ഘട്ടം. ആ ഒന്നാമത്തെ ഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ആ ഒന്നാമത്തെ ഘട്ടം, കുട്ടിക്കാലം എന്ന് പറയുന്ന ഘട്ടം, അല്ലാഹു പരിഗണിക്കാത്ത ഘട്ടമാണ്. ഇതുപോലെ മനുഷ്യരും ആ ഘട്ടത്തെ പരിഗണിക്കാത്ത പോലെ. പരിഗണിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കർമ്മങ്ങളുടെ കാര്യത്തിൽ പരിഗണിക്കപ്പെടുക എന്നാണ്. കുട്ടിക്കാലത്തൊരു കുട്ടി തെറ്റു ചെയ്താൽ, കുട്ടിക്കാലത്തൊരാൾ തെറ്റു ചെയ്താൽ ആ തെറ്റല്ലാഹു തെറ്റായി രേഖപ്പെടുത്തുന്നില്ല. ഒരു നന്മ ചെയ്താൽ ആ നന്മ കുട്ടിയുടെ പേരിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നില്ല, മാതാപിതാക്കളുടെ പേരിലാണ് രേഖപ്പെടുത്തുന്നത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണല്ലോ ഒരു സ്ത്രീ അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് വന്നല്ലോ. തന്റെ കയ്യിലുണ്ടായിരുന്ന, തന്റെ ചാരത്തുണ്ടായിരുന്ന ചെറിയ കുട്ടിയെ എടുത്തു പൊക്കിയിട്ട് ആ സ്ത്രീ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ എന്റെ ഈ പൊന്നുമോനെ ഉംറ ചെയ്യിപ്പിച്ചാൽ അതിന്റെ പ്രതിഫലം എന്റെ പൊന്നുമോന് ലഭിക്കുമോ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, അതിന്റെ പ്രതിഫലം നിങ്ങൾ കാണുന്ന മാതാപിതാക്കളുടെ പേരിലാണ് അല്ലാഹു രേഖപ്പെടുത്തുന്നത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുട്ടിക്കാലത്ത് ഒരാൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവന്റെ പേരിൽ അല്ലാഹു രേഖപ്പെടുത്തുന്നില്ല. തിന്മ ചെയ്താലോ ആ തിന്മ അല്ലാഹു പരിഗണിക്കുന്നേ ഇല്ല. ഇതാണല്ലോ മനുഷ്യന്റെ ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത്. അല്ലെ? എന്താ കാരണം? കുട്ടിക്കാലാണ്. അവൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ ജനിച്ചു വീടുന്ന സമയത്തുള്ള അവസ്ഥ എന്താണ് എന്റെ സഹോദര? ഖുർആൻ പറഞ്ഞത്, ലാ തഅലമൂന ശൈആ, ഒന്നും അറിയാത്തവരായിരുന്നു നിങ്ങളെന്ന് ഖുർആൻ. ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ ജനിച്ചു വീണ സെക്കൻഡിൽ ഒന്നും അറിയാത്തവനായിരുന്നു മനുഷ്യൻ. ഒന്നും അറിയില്ലേനോ? ഒന്നും അറിയില്ലേനോ? വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയുന്നോ? അല്ല, ഉണ്ടില്ല. ഇല്ല. ഒരാൾക്ക് ഒരു പരസ്യം കാണിച്ചു തന്നു. ഒരു കുട്ടി ഇങ്ങോട്ട് ജനിച്ചു വീണ ഉടനെ തന്നെ മൊബൈൽ എടുത്തിട്ട് ഇമ കളിക്കണം. ഒക്കെ പരസ്യത്തെ കൊടുക്കാന്നുള്ളൂ, തിരിയില്ല. ഒരാൾ ജനിച്ചു വീണ ഘട്ടമെന്ന് പറയുന്നത് ഒന്നും മനസ്സിലാവാത്ത ഘട്ടമാണ്. ഖുർആൻ ആ ഘട്ടത്തെ കുറിച്ച് പറഞ്ഞത് ഒന്നും നിങ്ങൾക്കറിയാത്ത ഘട്ടമെന്നാണ്. ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ പോലും എവിടെ എന്ന് കുട്ടിക്കറിയില്ലല്ലോ. ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ പാടെ കുട്ടി അതാ കരയുകയാണ്. കരയുമ്പോഴാണ് ഉമ്മ വിചാരിക്കുന്നത് മുലപ്പാലിനാകും കരയുന്നത് എന്ന്. കുട്ടിയെ തന്നെ മാരത്തോട് ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴും ഇവന് മനസ്സിലായിട്ടില്ല അമ്മിഞ്ഞപ്പാലാണത് എന്ന്. ഞാൻ എന്തിനാണോ കരയുന്നത് അതുമ്മയുടെ മാറിടത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത കുട്ടിക്ക് വന്നിട്ടില്ല.
അപ്പോഴാണ് മാതാവ് തന്റെ മുലക്കണ്ണി കുട്ടിയുടെ വാഴയിൽ വെച്ചു കൊടുക്കുന്നത്. അപ്പോഴും അവന് മനസ്സിലായിട്ടില്ല മുലപ്പാലാണ് എന്ന്. ആ സമയത്ത് മുലക്കണ്ണിയിൽ നിന്ന് പാൽ ചുരത്തിയിട്ട് കുട്ടിയുടെ ചുണ്ടിൽ മുലക്കണ്ണി ഉരതി കൊടുക്കുന്നത്. അപ്പോഴാ ആ കുട്ടിക്ക് മനസ്സിലാകുന്നത് ഇത് ഉമ്മയുടെ മുലപ്പാലാണ് എന്ന്. ഒന്നും അറിയാത്തവരായിരുന്നു നിങ്ങളെന്ന് ഖുർആൻ. എന്നാൽ വീട്ടിൽ പശുള്ള ആൾക്കാരൊക്കെ കൈവക്കെ, വീട്ടിൽ പശുള്ള ആള് മോശമൊന്നുമല്ലേ? വീട്ടിൽ പശു ആരുമില്ലേ? ചോനെ വീട്ടിൽ പശുള്ള ആളൊന്ന് കൈപൊക്കൂ. അള്ളാന്റെ അദാബ് അടുത്തു വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മൃഗങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷ തടഞ്ഞു വെക്കപ്പെടാൻ കാരണമാവും. എല്ലാ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയില്ലേ? കോയിക്ക് പോലും ആവശ്യമുണ്ട് പായ കടയ്ക്ക്. നിങ്ങൾ വളർത്തുന്നില്ല. നീ ചില മനുഷ്യന്മാർക്ക് കാലിയെ വളർത്താൻ പൂതിയായിട്ട് പോലും സിറിയക്ക് പോവാ ആടിനെ മേക്കാൻ. അവനവന്റെ വീട്ടിലൊന്ന് വാങ്ങി വളർത്തുക ചെയ്യണ്ടേ? പശുക്കളെ, മൃഗങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷ തടയപ്പെടാൻ കാരണമാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പശു നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും പണ്ട് കണ്ടിട്ടുണ്ടാകുമല്ലോ. പശു കുഞ്ഞിന് ജന്മം നൽകിയാൽ പശു തന്റെ കുഞ്ഞിനെ ഇങ്ങനെ നക്കി തുടങ്ങും. ആ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയാൽ അതിന്റെ ചുണ്ട് കൊണ്ടുപോകുന്നത് ഇങ്ങോട്ടാ അമ്മയുടെ അകിടിലേക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വല്ല തള്ളപ്പശുവും തന്റെ കുഞ്ഞിനെ എടുത്തിട്ട് അകിടിലേക്ക് കൊണ്ടുപോകുന്നതില്ല. ആ കുഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയാൽ അതിന്റെ ചുണ്ട് കൊണ്ടുപോകുന്നത് അമ്മയുടെ അകിടിലേക്കാണ്. ആലോചിക്കണം നിങ്ങൾ, മനുഷ്യന് ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ എവിടെയെന്ന് മനസ്സിലായില്ല. ജനിച്ചപാടെ ഈ പശുക്കുഞ്ഞിന്, ആട്ടിൻകുട്ടിക്ക് തന്റെ ഉമ്മയുടെ അമ്മയുടെ മുലപ്പാൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തതാരാ? മനുഷ്യനത് പറഞ്ഞു തരാതിരുന്നതാരാ? ഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ ബലഹീനനായാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഒരു ചുക്കോന് തിരിയിലിരുന്നു. ഒരു 10-15 വയസ്സായി, 10-18 വയസ്സായി. പിന്നെ ഓന് തോന്നാ ഞാൻ തന്നെ വലിയവനാണ്. പിന്നെ ഓനോട് പറഞ്ഞാലൊന്നും ഓനെ അംഗീകരിക്കാൻ തയ്യാറാവില്ല. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, അതാ മനുഷ്യന്റെ ഒന്നാമത്തെ ഘട്ടമതാ. കങ്കാരു എന്ന് പറഞ്ഞൊരു മൃഗമുണ്ട്. ആ മൃഗം പ്രസവിക്കാറുള്ളത് അതിന്റെ അകിടിലുള്ള ഒരു ബ്ലേഡറിലേക്കാണ്. അതിന്റെ അകിടിൽ ഒരു സഞ്ചിയുണ്ട്, ആ സഞ്ചിയിലേക്കാണ് പ്രസവിക്കുക. എന്താ കാരണം? കങ്കാരു എന്നുള്ള മൃഗം പുറത്തേക്കാണ് പ്രസവിച്ചതെങ്കിൽ ഒരൊറ്റ കങ്കാരുവിന്റെ കുട്ടിയും ബാക്കി ഉണ്ടാവില്ല. കങ്കാരുവിനെ തിന്നുകളയും. ബ്ലേഡറിലേക്കാണ് പ്രസവിക്കുക. ആ ബ്ലേഡറിൽ കിടന്ന അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചത് വളരുകയാണ്. സ്വയം നിലനിൽക്കാനുള്ള അവസ്ഥ വന്നാൽ അമ്മയുടെ ബ്ലേഡറിൽ നിന്ന് വെളിയിലേക്ക് ചാടിയിട്ട് ഒരൊറ്റ ഓട്ടമാണ് കങ്കാരുവിന്റെ കുഞ്ഞ്. എന്താ കാരണം? കങ്കാരുവാകുന്ന തള്ളയുടെ അടുത്ത് നിന്നാൽ, അമ്മയുടെ അടുത്ത് നിന്നാൽ അമ്മയാകുന്ന തള്ളയങ്കാര് തന്നെ കൊന്നു തിന്നുന്നതാണ്. ആ വിവരം എങ്ങനെയാണ് കങ്കാരുവിന്റെ കുഞ്ഞിന് കിട്ടിയത്? മനുഷ്യൻ ബലഹീനനായാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. മനുഷ്യന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ബലഹീനതയുടെ ഘട്ടമാണ് എന്റെ സഹോദരങ്ങളെ. അതാണല്ലോ ഒന്നാമത്തെ ഘട്ടം. കുട്ടിക്കാലം എന്ന് പറയാറുള്ളത്, ശൈശവദശ എന്ന് പറയാറുള്ളത്. എന്നാൽ രണ്ടാമത്തെ ഘട്ടം ഏതാ? ശൈശവദശ കഴിഞ്ഞാൽ, കുട്ടിക്കാലം കഴിഞ്ഞാൽ പിന്നെ ഏതൊരു മനുഷ്യനും കിടക്കുന്നത് കൗമാരത്തിലേക്കാണ് എന്റെ സഹോദരങ്ങളെ. കൗമാരപ്രായം എന്റെ ചെറുപ്പക്കാർ നല്ലപോലെ കേൾക്കണേ ഈ വിഷയം. എന്റെ പ്രിയമുള്ള പെങ്ങളെ,
ചെറുപ്പക്കാരെ, ഇരുന്ന് ചിന്തിക്കണം എന്റെ പെങ്ങളെ ഈ വിഷയം. അതിനാ നമ്മൾ ഇങ്ങനൊരു വിഷയം ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. മനുഷ്യന്റെ രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത്, അതിന് നമ്മൾ പറയാറുള്ളത് കൗമാരപ്രായമെന്നാ പറയാറുള്ളത്. കൗമാരപ്രായമായി കണക്കാക്കപ്പെടുന്നത് 6-7 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നവരെ ഉള്ള പ്രായമാണ്. പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നിയമം അനുസരിച്ചുള്ള പ്രായപൂർത്തിയല്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാൻ എത്ര വയസ്സാവണം? 18 ആവണം. 18 വയസ്സിന് താഴെയുള്ളവരൊക്കെ കുട്ടികളായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഇവിടെയാണ് അഷ്റഫുൽ വറാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ച പരിശുദ്ധമായ ദീൻ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഏറ്റവും പ്രസക്തമാണ് എന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അവ പ്രായപൂർത്തിയാകുന്നവരെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 15 വയസ്സാവുക, അല്ലെങ്കിൽ ഇന്ദ്രിയം സ്ഖലിക്കുക. അതുവരെയുള്ള ഘട്ടമാണ് കൗമാരപ്രായമായി കണക്കാക്കപ്പെടുന്നത്. ഈ ഘട്ടവും ആദ്യം പറഞ്ഞ ഘട്ടത്തിൽ നേരെ വ്യത്യസ്തമല്ല. ഈ ഘട്ടത്തിൽ ചെയ്യുന്നതും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചെയ്യുന്നത് അല്ലാഹു പരിഗണിക്കുന്നില്ല. കൗമാരപ്രായമെന്ന് പറയുന്നത് പ്രായപൂർത്തിയായാൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളെല്ലാം അവൻ പഠിച്ചെടുക്കുന്ന പ്രായമാണ് കൗമാരപ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല സ്വലാത്തിലാണ് നമുക്ക് അവസാനം ദുആ ഇറക്കണം. സഹായിക്കുന്ന എല്ലാവർക്കും ദുആ ചെയ്യണം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബ് മുറു ഔലാദകും ബിസ്സലാഹ് ഇദാ ബലഗു 7 സിനീൻ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ അവർക്ക് 7 വയസ്സായാൽ. എന്താണത്? പ്രായപൂർത്തിയായാൽ ചെയ്യാറുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പ്രാക്ടീസ് നേടുകയാണവൻ. നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ നിങ്ങൾ അവരെ അടിക്കണേ. ഇദാ ബലഗു 10 സിനീൻ, 10 വയസ്സായാൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് പ്രാക്ടീസ് നേടലാണ് എന്റെ സഹോദരങ്ങളെ. കൗമാരപ്രായവും ആദ്യം നമ്മൾ പറഞ്ഞ ഘട്ടത്തിൽ നേരെ വ്യത്യസ്തമല്ല, വളർച്ചയുടെ ഘട്ടമാണല്ലോ അത്. കൗമാരപ്രായം ഒരു 12 വയസ്സായ കുട്ടിയുടെ കയ്യ് പൂർണ്ണമായ ആരോഗ്യത്തിലെത്തിയിട്ടുണ്ടാവുകയില്ല, കാലുകൾ പൂർണ്ണമായ ആരോഗ്യത്തിലെത്തിയിട്ടില്ല, അവന്റെ ശരീരം പൂർണ്ണമായ വളർച്ചയെത്തിയിട്ടില്ലല്ലോ, വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആരോഗ്യമായ ശരീരത്തിലേക്ക് എത്തിച്ചേരാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. എന്നാൽ കൗമാരപ്രായം കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കിടക്കുന്നത് ഏതൊരു മനുഷ്യന്റെയും 3ാമത്തെ ഘട്ടത്തിലേക്കാണ്. ആ ഘട്ടത്തിനാ നമ്മൾ യൗവനം എന്ന് പറയാറുള്ളത്. യൗവനം എന്നാണ് നമ്മൾ അതിന് പറയാറുള്ളത്. ആ യൗവനം ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും തീക്ഷ്ണമായ ഘട്ടമാണത്. യൗവനം കണക്കാക്കപ്പെട്ടിരിക്കുന്നത് പ്രായപൂർത്തിയായത് മുതൽ, അല്ലെങ്കിൽ 15 വയസ്സായത് മുതൽ 35 വയസ്സ് വരെ എന്നാണ്. അതല്ല 40 വയസ്സ് വരെയാണ്. 2 അഭിപ്രായമുണ്ട്. ഒരഭിപ്രായ പ്രകാരം യൗവനം 35 വയസ്സ് വരെയാണ്. 35 കഴിയുന്നതോടുകൂടെ യൗവനം അവസാനിക്കുമെന്നാണ്. വേറൊരഭിപ്രായ പ്രകാരം 40 വയസ്സ് വരെ എന്നാണ്. എന്താ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം? അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ കാരണം ഏതൊരു മനുഷ്യനും യുവാവായി എന്നും നിലനിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്നതാണ് ഈ അഭിപ്രായ ഭിന്നതയുടെയും പിന്നിലുള്ളത്. അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, ചില മനുഷ്യന്മാരെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 82 വയസ്സും 2 മാസം 26 ദിവസമായിട്ടുണ്ട്. എന്നാ പോലെ മുടിമക്ക് നോക്കിയാൽ തോന്നാ 23 വയസ്സായിട്ടുള്ളൂ. മനസ്സിലായോ? എന്താണ് എന്താ എന്നും ഞാൻ ചെറുപ്പക്കാരനാന്ന് തോന്നാനാണ്. അതുതന്നെയാണ് ഈ അഭിപ്രായ ഭിന്നതയുടെയും പിന്നിലുള്ളത്. ഒരഭിപ്രായ പ്രകാരം 35 വയസ്സാണ്, വേറൊരു അഭിപ്രായ പ്രകാരം 40 വയസ്സ് വരെ യൗവനമാണ്. എന്റെ പരിചയത്തിലൊരു സുഹൃത്ത്, മൂപ്പർക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായി. ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഇതൊക്കെ ശരിയാക്കല്ലോ,
ഫോമൊക്കെ ശരിയാക്കുമ്പോൾ എന്താ നിങ്ങളെ പേര്, നാട്, അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പോൾ അയാൾ പറഞ്ഞു 32 വയസ്സാണ്. 4 കൊല്ലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രസവം അതേ ഹോസ്പിറ്റലിലാണ്. അന്നും ഡോക്ടർ ഇതൊക്കെ ശരിയാക്കുമ്പോൾ ഒക്കെ എഴുതി നിങ്ങളെ വയസ്സെത്ര വെച്ചു? 32 എന്നാണ്. 6 കൊല്ലം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കുട്ടി ജനിക്കുക. അപ്പോഴും ഇയാളോട് ചോദിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് എത്ര വയസ്സ്? 32. അപ്പോൾ ഡോക്ടർ ഇത് ശ്രദ്ധിക്കുന്നതിന് ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഡോക്ടർ ഇയാളോട് ചോദിച്ചു അല്ല നിങ്ങളും എൻ്റെ മാതിരി തന്നെയാണോ, വയസ്സ് കൂടാറില്ലേ? അപ്പോൾ ഡോക്ടർക്കും വയസ്സ് കൂട്ടി പറയല്ലോ, മൂപ്പര് എപ്പോഴും കുറച്ചാ പറയാം. അതൊക്കെ യൗവനം എല്ലാ കാലത്തും നിലനിൽക്കണം എന്ന മനുഷ്യന്റെ പൂതി. അതാണ് ഈ അഭിപ്രായ ഭിന്നതയുടെയും പിന്നിലുള്ളത്. ഇതാണൊരു മനുഷ്യന്റെ മൂന്നാമത്തെ ഘട്ടം. എന്റെ സഹോദരങ്ങളെ, മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ കടന്നു വരുന്നത് മധ്യവയസ്കനാവുക എന്ന ഘട്ടമാണ്. ഒരാൾ 40 വയസ്സിലേക്ക് കടക്കുന്നതോടുകൂടെ അയാൾ മധ്യവയസ്കനാവുക എന്ന ഘട്ടത്തിലേക്ക് കടക്കുന്ന ആളായി. എന്നാ മധ്യവയസ്കനാവുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ ആരോഗ്യവും ക്ഷയിച്ചു തുടങ്ങുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. കണ്ണിന്റെ കാഴ്ച മങ്ങി തുടങ്ങുകയാണ്. എനിക്ക് 41 ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ 2 മാസം മുമ്പ് കണ്ണടച്ച് എന്താ കണ്ണിന് മങ്ങല. രാത്രി ഉറക്കൊടിച്ചത് കൊണ്ടോ അതേപോലെ യാത്രയിൽ വായിച്ചത് കൊണ്ടോ എന്നൊക്കെ നമ്മൾ പറയാം. പക്ഷെ 40 കഴിഞ്ഞാൽ തന്നെ മങ്ങി തുടങ്ങുന്നു. 40 വയസ്സാകുന്നതോടുകൂടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ക്ഷീണിച്ചു തുടങ്ങുകയായി. കണ്ണിന് ചെറിയ മങ്ങലേൽക്കുകയായി. ശരീരത്തിന്റെ നാഡി വ്യൂഹത്തിന് തളർച്ച സംഭവിക്കുകയായി. അതാണ് മധ്യവയസ്കനാവുക എന്ന് പറയുന്ന കേട്ടോ. എന്നാൽ 40 മുതൽ 60 വരെ മധ്യവയസ്കൻ എന്ന ഘട്ടമായാണ് പരിഗണിക്കപ്പെടുന്നത് എങ്കിൽ 60ലേക്ക് ഒരാൾ കിടക്കുന്നതോടുകൂടെ അയാൾ വൃദ്ധനാവുക എന്ന ഘട്ടത്തിലേക്ക് കടക്കുകയായി. വൃദ്ധനാവുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ കഴിവുകളും പിന്നെ ക്ഷീണിച്ച് തകരുകയാ. കണ്ണിന്റെ കാഴ്ചയതാ അസ്തമിച്ചു തുടങ്ങുകയായി. വരുന്ന ആളെ മനസ്സിലാകുന്നില്ല. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് എന്റെ നാട്ടിലുള്ള രോഗിയെ കണ്ടിട്ടാ. ഞാൻ അയാൾ നല്ല പരിചയമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് വരെ എത്തിയിട്ടേക്ക് മനസ്സിലായില്ല. മുപ്പരെങ്ങനെ നോക്കണം. ഞാൻ അടുത്തെത്തിയിട്ട് എപ്പോഴും കാണുന്ന മീറ്റിംഗിൽ ഒന്നിച്ചിരിക്കുന്ന സഹപ്രവർത്തകനായ എന്നെ കണ്ടിട്ട് അയാൾക്ക് തിരിഞ്ഞില്ല. ഒരാൾ വൃദ്ധനാകുന്ന അതാണല്ലോ വൃദ്ധനാവുക എന്ന ഘട്ടത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുമ്പോഴുള്ള അവസ്ഥ. എന്റെ യൗവനം ലോകത്തെവിടെയെങ്കിലും വിൽക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ യൗവനം വില കൊടുത്തു വാങ്ങുമായിരുന്നുവെന്നൊരു കവി പാടിയത്. യൗവനം ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടമാണ് എന്റെ സഹോദരങ്ങളെ. യൗവനത്തിന്റെ ഘട്ടമേതെന്ന് മനസ്സിലാവണോ? അതിന് മുമ്പുള്ള ഘട്ടങ്ങളേതെന്ന്, അതിന് ശേഷമുള്ള ഘട്ടങ്ങളേതെന്ന് കൃത്യമായി മനസ്സിലായാൽ യൗവനം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കണ്ടു 2 ആഴ്ച മുമ്പ് മഗ്‌രിബിന് ശേഷം തുടങ്ങിയ ഫുട്ബോൾ കളിയാണ്. നീണ്ടു നിൽക്കുകയാണ്. ഇശാഇന്റെ ബാങ്ക് പള്ളികളിൽ നിന്ന് മുഴങ്ങുമ്പോഴും എന്റെ സഹോദര ഗാലറിയിൽ നിന്ന് ഈ മുസ്ലിം ഉമ്മത്തിൽ യൗവനം ആർത്തു വിളിക്കുകയാണ്, കൂക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഹയ്യ അലസ്സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് ജീവിതം നൽകിയ ആരോഗ്യം നൽകിയ അല്ലാഹുവിന്റെ സുജൂദ് ചെയ്യാൻ വരുമെന്ന് റോഡിന്റെ മറുസൈഡിൽ നിന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ പോലും എന്റെ സഹോദരങ്ങളെ ഗാലറിയിൽ വെച്ച് ആർത്തു വിളിക്കുകയാ, കൂക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹു എന്തിനാ ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ചു വിട്ടത് എന്നറിയുമോ? ചില പണികൾ ചെയ്യാനായി അല്ലാഹു നമ്മെ സൃഷ്ടിച്ചു വിട്ടതാ. നമ്മൾ ചെയ്യേണ്ട പണികൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചു തരാനാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയത്. 1,24,000 വരുന്ന പ്രവാചകന്മാർ അയച്ചത് ഖുർആൻ വിശദീകരിക്കാനായി ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹു അയച്ചത്. എന്തിനാ അല്ലാഹു നമ്മെ ഭൂമിയിലേക്ക് പടച്ചുവിട്ടത്? ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കണേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ആരാധനകൾ അർപ്പിക്കുവാനാണ് എന്ന ഖുർആൻ. അപ്പൊ അല്ലാഹു നമ്മളെ ചില പണികൾ ചെയ്യാനായി പറഞ്ഞയച്ചതാണ്. എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത്? അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു പോയത്. എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനമായി നിസ്കാരം നമ്മൾ നിലനിർത്തണം. സകാത്ത് കൊടുത്തു വീട്ടണം. റമദാൻ മാസത്തിലെ നോമ്പ് നൽകണം. വഹജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. കഴിവുള്ളവർ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണം. പിന്നെയോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരുപാട് നന്മകളുണ്ടല്ലോ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? ഈമാൻ ബിളുൻ വസബൂന ശുഅബ. 70 ചില്ലാനം ശാഖകളാണ്. അഫ്ളലുഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ഉന്നതമായി കിടക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. വഅദ്നാഹാ. ഈമാനിലെ ഏറ്റവും താഴ്ന്ന ശാഖ ഏതാ? ഇമാത്തത്തുൽ അദാ അനിത്വരീഖ്. വഴികളിൽ എന്ന പ്രയാസങ്ങൾ നീക്കം ചെയ്യലാണ് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യുക. എന്താണ് അർത്ഥം? വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യുക. വഴിയിൽ തടസ്സം ഉണ്ടാക്കാനല്ല, തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്ന്. അതുപോലും ഈമാനിന്റെ ഭാഗമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യാനാണ് അല്ലാഹു നമ്മെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരാളെ രാവിലെ പണിക്ക് വിളിച്ചു, ഓനോട് ചില പണിയൊക്കെ പറഞ്ഞെടുത്തു. നിങ്ങൾ വൈകുന്നേരം തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഓൻ ആ പണിയൊന്നും എടുത്തിട്ടില്ല. എന്നാൽ നമുക്ക് ഓനോട് ഭയങ്കര ഇഷ്ടാവൂലേ? ഞാൻ പറഞ്ഞ തെറ്റിയോ? ഭയങ്കര ഇഷ്ടാവൂലേ? ഞങ്ങൾ ചിരിക്കണേ? ഇഷ്ടാവൂല. ഓൻ കൂലി ചോദിച്ചു വന്നാ നമ്മളെന്താ പറയാ? ആദ്യം പറഞ്ഞ പണിയെടുക്ക്. പിന്നെ നമ്മൾ പറയും അല്ലേ, മേസ്ത്രി വിളിച്ചിട്ട് മെയിൻ പണിക്കാരനെ വിളിച്ചിട്ട് പറയും പിന്നെ ഓനങ്ങോട്ട് പറഞ്ഞേക്കണ്ടാറ്. അതേപോലെ അല്ലാഹു ചില പണികൾ എടുക്കാനാണ് നമ്മെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ആ പണികൾ ചെയ്യാൻ ഏറ്റവും പറ്റിയ കാലം ഏതാണെന്നറിയുമോ എന്റെ സഹോദര? യൗവനമാണ് എന്റെ സഹോദരങ്ങളെ. ഒട്ടേറെ ചെറുപ്പക്കാരെ സദസ്യരുണ്ടല്ലോ, വയല കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടല്ലോ. ഇതുപോലെ ഒരു കാലഘട്ടം ജീവിതത്തിൽ ഇനി ലഭിക്കാനില്ല എന്റെ സഹോദര. നിങ്ങളുടെ 23-ാമത്തെ വയസ്സുണ്ടല്ലോ, 24 ഉണ്ടല്ലോ, 28 ഉണ്ടല്ലോ. അതുപോലെ ഒരു കാലം പിന്നെ ജീവിതത്തിൽ വരാനില്ല. 22-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്ന പോലെ 48-ാമത്തെ വയസ്സിൽ നിസ്കരിക്കാൻ കഴിയും നിങ്ങൾ വിചാരിക്കണ്ട. എന്താ കാരണമെന്നറിയാമോ? ഏറ്റവും ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള ഘട്ടം അവന്റെ യൗവനമാണ് എന്റെ സഹോദരങ്ങളെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നല്ലോ, രണ്ടനുഗ്രഹങ്ങൾ മഖ്ബൂനൻ ഫീമാ കസീറുൻ മിനന്നാസ്. ആ രണ്ടനുഗ്രഹങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ആ രണ്ടനുഗ്രഹങ്ങളും വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ അധിക ആളുകളും പരാജയപ്പെട്ടു പോകുന്നുവെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അസ്സഹത്തു വൽ ഫറാഹ്, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു മനുഷ്യന്റെ ആരോഗ്യപ്രദമായ ഏറ്റവും പ്രധാന ഘട്ടേത യൗവന. അത് തിരണോ അതിന്റെ ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് മനസ്സിലാവും.
ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. കഥ ഇഷ്ടാണോ? കഥ ഇഷ്ടാണോ? ഇല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്താന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് വരുമ്പോൾ പോയിട്ട് വരാലോ. ഒരു കഥ പറഞ്ഞാൽ കഥ എന്തിനാ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കഥ കേൾക്കാൻ അല്ല പറഞ്ഞത്. ഇത് ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു കഥയാണ്. ജീവിതത്തെ കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പല യാഥാർത്ഥ്യങ്ങളും പറഞ്ഞു തന്നല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിതമെന്ന് പറഞ്ഞാൽ സലാത്തു ലഹ്ളാത്ത്, 3 സെക്കൻഡുകളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അർത്ഥവത്താണ് വാക്ക്. ഒന്ന് ലഹളത്തുൻ ഖലത്ത്, കഴിഞ്ഞു പോയ സെക്കൻഡാണ്. ആ സെക്കൻഡ് ഒരിക്കലും തിരിച്ചെടുക്കാനും കഴിയില്ല. 2 വലഹളത്തുൻ ആതിയാ, കടന്നു വരാനുള്ള സെക്കൻഡാണ്. ആ സെക്കൻഡിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാനും പറ്റില്ല. ആ സെക്കൻഡിൽ നമ്മൾ ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ? അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നില്ലേ? 6:50 വരെ വായിക്കാനുള്ള ഉപന്യാസം എഴുതിയിട്ടാണ് അദ്ദേഹം തന്റെ ഉപന്യാസം അവതരിപ്പിക്കാൻ വേണ്ടി, പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി പോയത്. 6:20 ആകുമ്പോഴേക്ക് അയാൾ കുഴഞ്ഞു വീട് പോയല്ലോ. 6:50 വരെ വായിക്കാൻ എനിക്ക് സമയമില്ലെന്ന് പറയാൻ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന അഗ്നി എന്ന മിസൈലിന്റെ വേഗത പറഞ്ഞിരുന്ന അബ്ദുൽ കലാമിന് കഴിഞ്ഞില്ല. തന്റെ വേഗത പറയാൻ കഴിഞ്ഞില്ല. ലഹളത്തുൻ ആതിയ, ഒന്ന് കടന്നു വരാനുള്ള സെക്കൻഡാണ്. ആ സെക്കൻഡ് നമ്പർ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. 3-മത്തതാ വലഹളത്തുൻ അൻത ഫീഹാ, നിങ്ങളിപ്പോൾ ഉള്ള സെക്കൻഡാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ സെക്കൻഡ് ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു. ഏത് മാലിക് ബിൻ ദിനാറാ? കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകടൽ ചീറും തിരകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ല. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരേ ചെറുമൻ പോയി തുപ്പിയിട്ടാൽ ചിത്രാം അവനെത്തിച്ചാരത്തടുത്തിടാം, ചുറ്റും പേടിക്കേണ്ട നമ്പുരാരെ. ഇത്ര സുലഭവും ആശ്ചര്യവുമായി സിദ്ധിക്കും സ്വാതന്ത്ര്യ സൗഖ്യമെങ്കിൽ ബുദ്ധിയുള്ള ഒരാശ്രയം ഉപേക്ഷിച്ചു ബദ്ധരായി നിൽക്കുമോ ജാതി ജയിലിൽ എന്ന് കുമാരനാശാൻ ചോദിച്ച മാലിക് ബിൻ ദിനാറല്ല. താബികളുടെ കൂട്ടത്തിൽ ഒരു മാലിക് ബിൻ ദിനാറുണ്ട്. വലിയ മഹാനാ, വലിയ സൂഫിയാണ്, വലിയ ചിന്തകനാ. മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മനുഷ്യ നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അവ്വലുക നുത്ഫത്തുൻ മദിറാ വആഖിറുക ജീഫത്തുൻ ഖദിറാ വഅൻത ബൈനഹുമാ തഹ്മിലുൽ അദറാ. മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരെ ആലോചിക്കണം. നമ്മുടെ അഡ്രസ് പറഞ്ഞു തരികയാണ് മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? അവ്വലുക നുത്ഫത്തുൻ മദിറാ, നിന്റെ ആദ്യമെന്ന് പറഞ്ഞാൽ അവ്വലുക നുത്ഫത്തുൻ മദിറാ, നിന്റെ തുടക്കമെന്ന് പറയുന്നത് ആളുകൾ കണ്ടാൽ അറുപ്പും വെറുപ്പും വെളിവാകുന്ന ഇന്ദ്രിയത്തുള്ളിയായിരുന്നു നീ. വആഖിറുക ജീഫത്തുൻ ഖദിറാ, നിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ആളുകൾ കണ്ടാൽ അറുപ്പ്, ആളുകൾ കണ്ടാൽ വെറുപ്പ് കാണിക്കുന്ന ചീഞ്ഞു നാറുന്ന ശവമാണ് നീ. ശരിയല്ലേ? ഒരു മനുഷ്യന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ കണ്ടാൽ അറുപ്പ് കാണിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നല്ലേ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അഡ്രസ് പറഞ്ഞു തരാൻ. വആഖിറുക ജീഫത്തുൻ ഖദിറാ, നിന്റെ അവസാനമെന്ന് പറയുന്നത് ചീഞ്ഞു നാറുന്ന ശവമാണ് നീ. ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ചില മയ്യത്തുകൾ ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് ആ മയ്യത്തുകൾ നാട്ടിൽ കൊണ്ടുവന്നതാണ്. ഒരു പ്രത്യേകമായ പെട്ടിയിൽ അടക്കം ചെയ്താണ് കൊണ്ടുവന്നത്.
എല്ലാവരും നല്ല ഉഷാറായിട്ട് കുടിക്കും. നമ്മളെ പരിപാടിയൊക്കെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. അള്ളാഹുവേ സദഖ ചെയ്യുന്നവരിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് മയ്യിത്ത് പെട്ടിയിൽ അടക്കം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ പല സഹോദരങ്ങളുണ്ട് റബ്ബേ ഗൾഫിൽ. അങ്ങനെ മയ്യിത്തായി വീട്ടിലേക്ക് വരേണ്ട ഒരവസ്ഥ അവർക്കാർക്കും നീ വരുത്തരുത് അല്ലാഹ്. ഒരു മയ്യിത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ് ആ മയ്യിത്ത് കാണാൻ. 15 മിനിറ്റ് നേരമാ ആ മയ്യിത്ത് തുറന്നു വെച്ചത്. 15 മിനിറ്റ് നേരം ആ മയ്യിത്ത് തുറന്നു വെച്ചതിന് ശേഷം ആളുകൾ കാണാനേയും ബാക്കിയുണ്ട്. ഒരു കുടുംബക്കാരൻ എഴുന്നേറ്റ് നിന്നോ, ഒരു സ്റ്റൂളിൽ എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ കൂടി ജനസഞ്ചയത്തോട് പറഞ്ഞു, 20 മിനിറ്റിലധികം ഈ മയ്യിത്ത് ഈ പെട്ടി തുറന്നു വെക്കാൻ പറ്റില്ല. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ദുർഗന്ധം വന്നു തുടങ്ങും. അതുകൊണ്ട് 5 മിനിറ്റ് സമയം നിങ്ങൾ അനുവദിക്കണോ. ഇയാളുടെ ഉമ്മാക്കും ഭാര്യക്കും പെങ്ങന്മാർക്കും ഈ മയ്യിത്ത് കാണിച്ചു കൊടുക്കാനാ. കാണാത്തവർ ക്ഷമിക്കണേ എന്ന് നിങ്ങൾ ആലോചിക്കണം എന്റെ സഹോദരങ്ങളെ. ആരുടെ ശരീരത്തെ കുറിച്ചായി പറയുന്നത് എന്ന്. എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ നിന്ന് റൂഹങ്ങ് പോയാൽ പിന്നെ ചീഞ്ഞു നാറുന്ന ശവമായി നമ്മുടെ ശരീരങ്ങൾ മാറുകയാണ്. അതല്ലയോ മനുഷ്യ നിന്റെ അവസാനം. വഅൻത ബൈനഹുമാ തഹ്മിലുൽ അദറാ. ഇത് രണ്ടിന്റെയും ഇടക്ക് നീ ചെയ്യുന്ന പണി എന്താ? മലം ചുമന്നു പോകുന്ന വണ്ടിയല്ലേ നീ? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്. ശരിയല്ലേ? നമ്മളിപ്പോ ചെയ്യുന്ന പണി എന്താ? മലങ്ങനെ ചുമന്ന് നടക്കുക. മലങ്ങനെ ചുമന്ന് നടക്കുകയാണ് നാം. നമ്മുടെ അഡ്രസ് പറഞ്ഞു തന്നതാണ്. നിങ്ങൾ ആലോചിക്കണേ. മഹാനായ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം വിചിന്തനീയമാണ്. എന്നാൽ ചെറുപ്പക്കാരെ ഇരുന്ന് കേൾക്കണേ. നമ്മളിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടമേതെന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന നല്ല ഒരു കഥ പറഞ്ഞു തരാൻ ഞാൻ നിങ്ങൾക്ക്. കഥയാണ്, പക്ഷേ കേവലം കഥയല്ല, അത് ജീവിതത്തെ ചിത്രീകരിച്ചിരിക്കുന്ന കഥയാണ്. സത്യമല്ല, വസ്തുതല്ല, പക്ഷെ അതിൽ ജീവിതത്തെ കണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയ ആയുസിന്റെ ഘട്ടങ്ങൾ എങ്ങനെ എന്ന്, ആ ഘട്ടങ്ങളിൽ ഒരു മനുഷ്യന്റെ ആരോഗ്യമുള്ള ഘട്ടമേത് എന്ന് മനസ്സിലാവാൻ പറ്റാവുന്ന രീതിയിൽ ജീവിതത്തെ ചിത്രീകരിച്ച ഒരു കഥയാണിത്. സത്യമല്ല, യാഥാർത്ഥ്യമല്ല. ഈ കഥയിൽ പറയുന്നത് ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം ദൈവത്തിന് തോന്നി മനുഷ്യൻ ആയുസ് നൽകണം എന്ന്, മനുഷ്യൻ ആയുസ് കൊടുക്കണം എന്ന് ദൈവത്തിന് തോന്നി. ദൈവം അങ്ങനെ പല സൃഷ്ടിജാലങ്ങളെയും സമീപിച്ചു. ഒരുപാട് സൃഷ്ടിജാലങ്ങളെ സമീപിച്ചു ദൈവം. അതാ ഞാൻ പറഞ്ഞ കഥയാണ്, സത്യമല്ല. ദൈവത്തിന് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യന് ആയുസ് കൊടുക്കാൻ പിന്നെ ദൈവത്തിന് വേറെ സൃഷ്ടികളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹു ദൈവം സമദ്, അവൻ നിരാശ്രയനാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു കഥയാണ്. ദൈവം പല ജീവജാലങ്ങളെ ഇങ്ങനെ സമീപിച്ചു. സിംഹം, കടുവ, പുലി, എല്ലാരോടും പറഞ്ഞു, ഞാനൊരു സൃഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യൻ എന്ന സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്കൽപ്പം ആയുസ് തരണം എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞത്രേ, ഞങ്ങൾ തരൂല, അവൻ ഞങ്ങളുടെ ആജന്മശത്രുവാണ്. മനുഷ്യൻ ഞങ്ങളുടെ ആജന്മശത്രുവാണ്, മനുഷ്യൻ ആയുസ് തരൂല. എല്ലാ ജീവജാലങ്ങളും ദൈവം ആരോടൊക്കെ ചോദിച്ചു, എല്ലാരും മുടക്കം പറഞ്ഞു. ദൈവം അങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അത്ര ഒരു സ്ഥലത്ത് കഥയാണ്, ഉറങ്ങിപ്പോരുതേ. നാളഞ്ച് കേട്ടിട്ട് ബുഹാരിയില്ല മുസ്ലിമില്ല എന്ന് പറയണ്ട, കഥയാണ്. എന്തിനാ അത് പറഞ്ഞ? ശരിക്ക് ആരോഗ്യമുള്ള ഘട്ടം ഏതെന്ന് വരച്ചു കാണിച്ചു തരും ഈ കഥ. അങ്ങനെ ദൈവം കനിഞ്ഞ് എന്ത് ചെയ്യുന്ന കരുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ വഴിക്കൊരു കുതിര ഇങ്ങനെ പോകുന്നത്. കുതിര ദൈവം ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചത്ര, എന്താ ദൈവം എങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഞാനൊരു സൃഷ്ടി ഉണ്ടാക്കി, മനുഷ്യൻ എന്ന സൃഷ്ടി. ആ സൃഷ്ടിക്ക് കുറച്ച് ആയുസ് കൊടുക്കണമെന്ന് തോന്നി. ആരോട് ചോദിച്ചിട്ട് ആരും ആയുസ് തരുന്നില്ല. ഞാൻ പല ആളുകളെയും സമീപിച്ചു, എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ആയുസ് തരൂല എന്നാണ്.
അപ്പോൾ കുതിരക്ക് ദയനീയത തോന്നി, ദൈവം അങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ. അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, വിഷമിക്കണ്ട ദൈവമേ, എൻ്റെ ആയുസ്സിൽ ഒരു 30 വയസ്സ് ഞാൻ തരാം. അങ്ങനെ മനുഷ്യൻ ആദ്യത്തെ 30 കൊടുത്തതാരാ? ആരാ? കഥേണെ കുതിരയാണ്. ആദ്യത്തെ 30 കൊടുത്തത് കുതിര. അപ്പൊ ദൈവത്തിന് പിന്നെ പിറ്റേ ദിവസം ദൈവത്തിന് ഭയങ്കര സന്തോഷമായി, നല്ല ഭയങ്കര ഉഷാറായി. മൂപ്പർക്ക് തോന്നി ഇതേപോലെ നല്ല മനസ്സുള്ള ജീവജാലങ്ങൾ ഇനിയും ഉണ്ടാവും. അപ്പൊ മൂപ്പര് പിറ്റേ തന്നെ പിന്നെ ഇറങ്ങി, ആയുസ് ചോദിച്ചിറങ്ങി. അങ്ങനെയല്ലോ മദ്രസക്ക് പിരിവിന് പോയി. ആദ്യത്തെ സ്ഥലത്ത് നിന്ന് 4 ചീത്ത ഇട്ട്. അപ്പൊ തന്നെ മാനസികമായി ടെൻഷനായി. പിന്നെ അടുത്ത സ്ഥലത്ത് പോയി. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ മദ്രസ പൊളിക്കാൻ കണ്ട നേരം ഈ സാമ്പത്തിക പ്രശ്നത്തിലുള്ള സമയത്താണ് പൊളിക്കലെന്ന് ചോദിച്ചു. അപ്പൊ അതിലും വലിയ ടെൻഷനായി. അങ്ങനെ വൈകുന്നേരം വരെ പോയി ഒക്കെ ചീത്തയും വാക്കും കേട്ട് അവസാനം ഈ പിരിക്കാൻ പോയാൽ എന്ത് തീരുമാനിച്ചു പറയാം? നിങ്ങൾ ഇവിടുത്തെ മദ്രസ അല്ല കേട്ടോ, വേറൊരു മദ്രസനെ പറ്റി പറയാം. പിരിക്കാൻ പോയാൽ എന്ത് തീരുമാനിച്ചു? ഇനിയിപ്പോൾ സംഗതി ഇപ്പോൾ ഏതെങ്കിലും അറബിനായിട്ട് കിട്ടുമോ നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ കൂടുതലുള്ള ആൾ പറഞ്ഞു, ഇവിടെ ഉണ്ട് രാജാർ, ഇവിടെ ഒന്ന് കയറി വെക്കുക, അയാൾ നല്ല മനുഷ്യനാണ്, ആടിയും കൂടി ഒന്ന് കയറി വെക്കാൻ തന്നെ കയറിയതാണ്. കയറി ദൂരെ പുല്ല് പോലത്തെ മനുഷ്യൻ. അയാൾ വിചാരിക്കണ എന്തറിയോ? എൻ്റെ കയ്യിൽ തന്നതൊക്കെ എൻ്റെ അള്ളാഹു എന്നെ മാനേജറായി ഏൽപ്പിച്ചതുപോലെ തന്നതാണ്. മാനേജർ ഏൽപ്പിച്ച പൈസ മുതലാളി വന്നിട്ട് ചോദിച്ചു, എന്ത് കാട്ടി? അത് ഞാൻ കൊടുത്തിട്ടില്ല, ഇവിടെ എന്നെ വെച്ചാന്ന് പറഞ്ഞാൽ അയാൾ അപ്പാരെ പിരിച്ചു വിടൂലേ? കൂലി കൊടുക്കേണ്ടവർക്കും കൊടുക്കാതിരുന്ന. അപ്പൊ ഇയാൾ മനസ്സിലാക്കിയത് റബ്ബെന്നെ ഏൽപ്പിച്ച അമാനത്താണ്. അയാൾ ഈ മദ്രസക്ക് പിരിവിനാണ് ആൾക്കാർ വന്നതെന്ന് കണ്ടപ്പോൾ തന്നെ ഇയാൾ എന്തോ ഒരു സ്വീകരിച്ചോലെ ഇരുത്തി. അപ്പോൾ ഇയാൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പറഞ്ഞു, ആചാര്യ വെള്ളം ഒന്നും എടുക്കണ്ട. അല്ലല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് വെള്ളം കുടിക്കാതെ പോവേ. ഇയാൾക്ക് മനസ്സിലായാണ് എന്തിനാ അവർ വന്നേ? മോളെ കല്യാണിക്കാം പിരിവിനെ വന്നെന്ന് ഉറപ്പാ. എന്നിട്ട് പോലും ഇവരോട് പെരുമാറുന്ന രീതി അങ്ങനെയാണ്. അങ്ങനെ ഇയാളെ ഒക്കെ വെള്ളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇവർ ഇങ്ങനെ വിഷയം പറയുമ്പോൾ മൂപ്പര് നിലത്തായിരിക്കണേ. ഇവലൊക്കെ നല്ല ചെയറിൽ ഇരുത്തിയിട്ട് വിനയാന്യതനായിരിക്കാം. പോലെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ കാര്യങ്ങളുടെ 60 ലക്ഷം റുപ്യ വേണം, 80 ലക്ഷം അല്ലെ ഒരു കോടിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മുണ്ടാതെ വീട്ടിനകത്ത് പോയി. അപ്പോൾ സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് അങ്ങനെ നോക്കണം. പ്രസിഡന്റ് തിരിച്ച് ഖജാൻജിയെ, കാരണം എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ഇയാളൊന്നും മിണ്ടാതെ ഉള്ളിൽ പോയതാണ്. ഇവലിങ്ങനെ നിരാശയായിട്ട് നിൽക്കുക. അവസാനം തന്നെ ഈ സെക്രട്ടറി ഖജാൻജിനോട് പറയുന്നുണ്ട്, ഈ സെക്രട്ടറി കേട്ടോ ഖജാൻജിനോട് പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞ നല്ല മനുഷ്യനൊക്കെ പറഞ്ഞ് കയറി അയാളെ അന്നും മിണ്ടാതെ ഉള്ളിൽ പോയാലും ഒരു വിവരമില്ലല്ലോ, എന്നാൽ അയാൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, നിങ്ങൾ പോയിക്കോളിന്നോ അല്ലേ? പിന്നെ ഇപ്പം എനിക്ക് എന്തെന്നും പറയാതെ അയാൾ ഉള്ളിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഒലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അയാൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചെക്ക് കൊടുത്തു. ചെക്ക് കൊടുത്തപ്പോൾ സെക്രട്ടറിൻ്റെ പ്രസിഡന്റിന്റെ കയ്യിലാണ് കൊടുത്തത്. പ്രസിഡന്റ് ഇങ്ങനെ നോക്കും. പ്രസിഡന്റിന്റെ കാഴ്ച നമ്മളെ ഈ ബാവക്കല്ല കേട്ടോ, മറ്റേ വയസ്സായ പ്രസിഡന്റാണ്. പ്രസിഡന്റിന്റെ കാഴ്ച കുറവായതുകൊണ്ട് പ്രസിഡന്റിനെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവില്ല. പ്രസിഡന്റ് കരുതിയത് 5 കഴിഞ്ഞ് 3 പൂജ്യം കഴിഞ്ഞ ശേഷം ഡോട്ടുണ്ടോ കുത്തിട്ടുണ്ടോന്ന് നോക്കണം. അവർക്ക് തിരിയില്ല. ഇവർ സെക്രട്ടറിന്റെ കൈ കൊടുത്തു. സെക്രട്ടറി കുറച്ച് ചെറുപ്പക്കാരനാണ്. സെക്രട്ടറി ഇങ്ങനെ നോക്കിയിട്ട് ഓലി കരുതി 5000 റുപ്യ. 5000 അല്ലത് 5 ലക്ഷം റുപ്യ. മറ്റാൾ കണ്ണൊക്കെ ഒന്ന് തുടച്ചിട്ട് നോക്കുക. ഇതൊരു നല്ല മനുഷ്യൻ. അപ്പൊ ഈ പ്രസിഡന്റിനും സെക്രട്ടറിക്ക് പിന്നെന്താ തോന്നുക? ഇനി നിർത്തിയേക്കാൻ തോന്നുന്നു? ഇല്ല. ഇതേപോലത്തെ ഒരു 10 മനുഷ്യന്മാരെ കിട്ടിയാലേ നമ്മളെ പണി തീരുന്ന രീതിയിൽ പിന്നെ നേരത്തെ ഇറങ്ങും. ദൈവം പിറ്റേ ദിവസം വീണ്ടും നേരത്തെ ഇറങ്ങി. പല ജീവജാലങ്ങളെ ഇങ്ങനെ സമീപിക്കുക. ദൈവത്തിന് തോന്നി 30 വയസ്സ് പോരെ മനുഷ്യന്. പക്ഷെ ഇന്നത്തെ മനുഷ്യന്മാരെ കണ്ടെങ്കിൽ ദൈവം വിചാരിച്ചനെ 30 തന്നെ വേണ്ട നമുക്കേക്ക്. കാരണം വയസ്സ് കൊടുത്തിട്ട് ഒരു പണിയില്ല. ഈ ആയുസൊക്കെ എന്താ ചെയ്യുന്ന വെച്ചാൽ റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് വിലമതിക്കാനാവാത്ത സമയം തോണ്ടി തീർക്കുകയാണ്. വിലമതിക്കാനാവാത്ത സമയം ഒരു സെക്കൻഡ് തിരിച്ചു കൊണ്ടുവരാൻ കഴിയോ? ഇല്ലല്ലോ. ഇതൊക്കെ തോണ്ടി തീർക്കുക. അപ്പൊ ഇന്നത്തെ മനുഷ്യന്മാരെ കണ്ടെങ്കിൽ ദൈവം വിചാരിച്ച 30 തന്നെ മതി. പക്ഷെ ദൈവത്തിന് 30 പോരാ. പല ജീവജാലങ്ങളെ ഇങ്ങനെ സമീപിക്കുന്ന കൂട്ടത്തിൽ ദൈവം കഴുതയെ കണ്ടു. കഴുതയോട് വിഷയൊക്കെ പറയും. പറഞ്ഞപ്പോ കഴുത ചോദിച്ചു, കുതിര ദൈവം അങ്ങനെ വിഷയങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഞങ്ങളെ ഭയങ്കര വിഷമത്തിൽ ഇന്ന് പാവം കുതിര എന്നെ സഹായിച്ചു. ഇപ്പൊ കഴുത ചോദിച്ചു, കുതിരത്തിന് തന്ന്. അപ്പൊ ദൈവം പറഞ്ഞു 30 തന്ന്. അപ്പൊ കഴുത പറഞ്ഞു, കുതിര 30 അല്ല തന്ന്, എന്നാ ഞാനൊരു 30 തരാം. 30 കൂട്ടണം 30 = 60. ബീരാനാജി 1001 തന്ന്, എന്നാ ഞാനും 1001 തന്നെ, അതിന്റെ മേലെ പോണ്ടെന്നാ പറയല്. 60 വയസ്സായി ദൈവത്തിന് തോന്നി 60 പോരാ.
മനുഷ്യൻ കുറച്ചുകൂടി ജീവിച്ചോട്ടെ എന്ന് കരുതിന ദൈവം വീണ്ടും ഇങ്ങനെ പല സൃഷ്ടിജാലങ്ങളെ സമീപിക്കുന്ന കൂട്ടത്തിൽ ഒരു നായയെ കണ്ടു. നായ വലിയ നന്ദിയുള്ള ജീവിയാണ്. പല ജീവജാലങ്ങളും മനുഷ്യന് പലതും പഠിക്കാറുണ്ടല്ലോ അല്ലേ? ഖുർആനിൽ അതുകൊണ്ട് സൂറത്തുൽ ബഖറ, എന്താണ് ബഖറ എന്നോ? പശു അധ്യായം. ലോകത്ത് തുല്യതയില്ലാത്ത ഗ്രന്ഥത്തിലെ ഒരു അധ്യായത്തിന്റെ പേരാണ് സൂറത്തുൽ ബഖറ. ആ പശുവിൽ നിന്ന് ചില പാഠം പഠിക്കാനുണ്ട്. സൂറത്തുൻ നംൽ ഉറുമ്പ് അധ്യായം. ഉറുമ്പിൽ നിന്ന് മനുഷ്യന് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. സൂറത്തുൻ നഹൽ തേനീച്ച അധ്യായം. തേനീച്ചയിൽ നിന്ന് മനുഷ്യന് പഠിക്കാറുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും മനുഷ്യന് പഠിക്കാറുണ്ട്. നായ വലിയ നന്ദിയുള്ള ജീവിയാണ് അല്ലേ? ഒരു ചെറിയ ഗുണം ചെയ്തു കൊടുത്തു മുമ്പ് വാലിങ്ങനെ കണ്ടു, എന്നാ മനുഷ്യനോ തലകുത്തനെ 99 ഗുണം ചെയ്തു കൊടുത്തു. അവസാനം ഇലക്ഷനോട് അടുത്തു അയാൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട്. 99 ഗുണം ഇയാൾക്ക് ചെയ്തു കൊടുത്തു, അവസാനത്തെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. എന്നാ അടുത്ത ഇലക്ഷന് ഇയാളുടെ ഏറ്റവും വലിയ ശത്രു ആരാ? നിങ്ങൾ ഉണ്ടാത്ത ഈ 99 ഗുണം കിട്ടിയവനാവും. ഒന്നും ചെയ്തു കൊടുക്കാത്തവനൊരു പ്രശ്നം ഉണ്ടാവില്ല. മനുഷ്യൻ അങ്ങനെ. നായയില്ലാഹു മനുഷ്യന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ വെച്ചിട്ടുണ്ട്. ഏതായാലും ഈ നായ എങ്ങനെ പോവാ? അപ്പൊ ദൈവം നായയുടെ അടുത്ത് നായ വലിയ നന്ദിയുള്ള ജീവിയാൻ ദൈവത്തിന് അറിയാം. ദൈവം നായയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, മനുഷ്യൻ എന്ന സൃഷ്ടി. പലരോടും ഞാൻ ആയുസിന്റെ ചോദിച്ചു, ആരും തരാൻ കൂട്ടാക്കിയില്ല. പാവം 2 ആളുകൾ എന്നെ സഹായിച്ചു. കുതിര ഒരു 30 തന്നു, കഴുതയും ഒരു 30 തന്നു. നീ വല്ലതും തരുമെന്ന് വെച്ചു. അപ്പൊ നായ പറഞ്ഞു, ദൈവമേ 30 ഒന്നും എൻ്റെ അടുത്ത് തരാനില്ല, ഒരു 20 ഞാൻ തരാം. കാരണം ആളുകളുടെ ചവിട്ട് കുത്ത് ഏറ് ഒക്കെ കിട്ടിയിട്ടാണല്ലോ ഞാൻ ജീവിക്കണേ, എനിക്കെന്നെ ആയുസ് കുറവാ. അതുകൊണ്ട് 30 തന്നാ പിന്നെ എനിക്കൊന്നും ഉണ്ടാവില്ല. ഒരു 20 ഞാൻ തരാം. 60 കൂട്ടണം 20 സമം 80. ദൈവത്തിന് തോന്നി പോരാ, കുറച്ചുകൂടെ ജീവിച്ചോട്ടെ. ദൈവം വീണ്ടും ഇങ്ങനെ പോകുന്ന സമയത്താണ് കുരങ്ങനെ കണ്ടത്. കുരങ്ങ് ഒരു മരത്തിന്റെ ചില്ലിന്ന് മറ്റേ ചില്ലിക്ക് ഇങ്ങനെ ചാടി കളിക്കാണ്. അപ്പൊ ദൈവം കുരങ്ങനോടൊന്ന് പറഞ്ഞു നോക്കാന്ന് കരുതിയ ചെല്ല. കുരങ്ങനെ ഈ ബാഗൊക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് പിരിവിനാ വരുന്നേന്ന്. അടുത്തു വന്നാ തോന കൊടുക്കേണ്ടിരുന്ന രീതി മൂപ്പർ അവിടെ തന്നെ വിളിച്ചു പറഞ്ഞു, ദൈവമേ വരണമെന്നില്ല, 10ന്റെ വക എഴുതിക്കൂളിന്നാണ്. അപ്പൊ എത്രയായി? 80 + 10 = 90. ദൈവത്തിന് തോന്നി പോരാ, കുറച്ചുകൂടെ ജീവിക്കട്ടെ മനുഷ്യനെന്ന്. അങ്ങനെ വേറെ ജീവജാലങ്ങൾ അങ്ങനെ തെരഞ്ഞു നടക്കുന്ന സമയത്താണ് ദൈവം ഒരു കൂമനെ കണ്ടത്. കൂമന്ന ചില നാട്ടിൽ പറയാം, ചില നാട്ടിൽ മൂങ്ങാന്ന് പറയാം. രാത്രി അപ്പൊ ചിലന്മാര് പറയല്, പഠിച്ചോനെ നാളെ ആരാണാവോ മരിക്ക. കാരണം ഓൻ പറയുന്നുണ്ട് കാണിച്ചരാ. മോനെ ടോർച്ചെടുക്ക്, എഴുന്നാടാ കൂമൻ മുളങ്ങലും നോക്ക്, കല്ലെടുത്ത് എറിഞ്ഞാട്ട്, പായിപ്പിക്കടാ, ഓടിക്കടാ, പറത്തിക്കടാ. കൂമം മൂളിയിട്ട് ലോകത്തൊരു മനുഷ്യനും മരിച്ചിട്ടില്ല, ഞാൻ മരിക്കൂല്ല എന്ന് അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ആ മറന്റെ അപ്പുറത്തൊക്കെ ഇരിക്കണോല് ശരിക്കും കേൾക്കണത്, ലാ അദ്വാ വലാ തുയറത വലാ ഹാമത വലാ സഫറ. ലാ അദ്വാ പകർച്ചവ്യാധിയില്ല, ഒരു രോഗവും തനിയെ പകരില്ല അല്ലാഹുവിന്റെ ഖലാ ഇല്ലാതെ. ലാ അദ്വാ വലാ തുയറത പക്ഷി ലക്ഷണമില്ല. പക്ഷി ലക്ഷണമില്ലെന്ന് പറഞ്ഞ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂമൻ ലക്ഷണമില്ല എന്ന് വേറെ തന്നെ എടുത്തു പറയുന്നുണ്ട്. കൂമൻ മൂളിയാൽ ആള് മരിക്കും എന്ന് പറയുന്നത് ശുദ്ധ സംബന്ധമാണ്. ഈ കൂമനെയാണ് ദൈവം കണ്ട്. കൂമനെ കണ്ടപ്പോ കൂമനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ കൂമൻ പറഞ്ഞു, ഞാനൊരു 30 തരാം. ഇപ്പൊ എത്രയായി? 90 കൂട്ടണം 30 സമം 120. ഒരു മനുഷ്യന് മാക്സിമം ജീവിച്ചാൽ 120 കൊല്ലൊക്കെ ജീവിക്കുള്ളൂ.
അതിന്റെ അപ്പുറത്തൊക്കെ ജീവിക്കുക എന്നത് വളരെ അത്ഭുതമാണ്. ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിന് ബാഹ്യമായ ആക്രമണം ഏൽക്കേണ്ടി വന്നില്ല എങ്കിൽ 180 കൊല്ലം വരെ ജീവിക്കാൻ കഴിയുമെന്നാണ്. 180 വയസ്സ് വരെ ജീവിച്ച ആരെങ്കിലും കണ്ട ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? 180 വയസ്സ് ജീവിച്ച ആരെങ്കിലും കണ്ടവർ ഈ കൂട്ടത്തിലുണ്ടോ? ഒരു മനുഷ്യൻ മാക്സിമം പോയാൽ 120 വയസ്സ് വരെയാണ് ജീവിക്കുക. അതിന് ആദ്യത്തെ 30 കുതിരയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആദ്യത്തെ 30 കുതിരയെ പോലെയാണ്. എന്താണ് ആദ്യത്തെ 30 കുതിര കൊടുത്തു എന്ന് പറഞ്ഞാൽ കുതിര കൊടുത്തു എന്നല്ലേ? ആദ്യത്തെ 30 കുതിരയെ പോലെയാണ്. കുതിരയെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പഴയ കാലഘട്ടങ്ങളിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ജീവിയായിരുന്നു കുതിര. കുതിര നല്ല ശക്തിയുള്ള ജീവിയാണല്ലോ അല്ലേ? നല്ല ഉഷാറായി നല്ല ഹൈ സ്പീഡിൽ ഓടുമല്ലോ കുതിര. ശക്തിയുള്ള ജീവിയാണ് കുതിര. ആദ്യത്തെ 30 കുതിര കൊടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 കുതിരയെ പോലെയാണ് എന്നർത്ഥം. ശരിയല്ലേ? എന്താ മസിൽ പവർ, എന്താ ഉഷാറ്? ആദ്യത്തെ 30 കൊല്ലം അങ്ങനല്ലേ? കല്യാണം കഴിക്കണതിന് മുമ്പുള്ള ആ പ്രായം ഉണ്ടല്ലോ, ആ പ്രായത്തിലല്ലേ എല്ലാ പാർട്ടിക്കാരും ആ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ ഉപയോഗിച്ചിട്ടാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അല്ലുണ്ടില്ലേ? വല്ല മാർച്ചോ ധർണയൊക്കെ ഉണ്ടായ മുമ്പിലാരുണ്ട? വയസ്സന്മാരാ? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തോന്നുന്നു വയസ്സന്മാരുണ്ടാവാ? ഇല്ല, ചെറുപ്പക്കാര്. എന്താ പോലെ ഇൻകുലാബ് ഇൻകുലാബ് ജിന്ദാബാദ്, ഇൻകുലാബ് ജിന്ദാബാദ്. രക്തം വേണോ രക്തം നൽകാം, രക്തം വേണോ രക്തം നൽകാം. ജീവൻ വേണോ ജീവൻ നൽകാം, ജീവൻ വേണോ ജീവൻ നൽകാം. ആ കൂട്ടത്തില് കല്യാണം കഴിച്ച ഏതെങ്കിലും ഒരുത്തുണ്ടെങ്കിലോ ഓൻ മുണ്ടില്ല. എന്താ കാരണം? ഓനറിയാ രക്തം വേണോ രക്തം വേകാം, ജീവൻ വേണോ ജീവൻ നൽകാം. ജീവനായിട്ട് കൊടുത്താൽ എന്റെ ഓളും കുട്ടികളും ഒറ്റക്കാവും. അതുകൊണ്ടോ മുണ്ടൂല. ഈ വിളിക്കുന്ന ആൾക്കാരൊക്കെ വില വിളിക്കുക. 30 വയസ്സിന്റെ ചുവടയുള്ള വിവാഹം കഴിച്ചിട്ടില്ലാത്ത മേലോട്ട് നോക്കിയാൽ അസ്മാനഹേ, മേലെ ആകാശം, താഴ്ത്തൂക്കിയ ഭൂമി, വേറെ ഒന്നിനോടും കടപ്പാടില്ലാത്തവർ. പ്രായം. ആദ്യത്തെ 30 എന്ന് പറഞ്ഞാൽ ആരോടും കടപ്പാടില്ലാത്തൊരു പ്രത്യേകമായ പ്രായമുണ്ടല്ലോ അല്ലെ? എങ്ങനെ നമ്മൾ മനസ്സിലാക്കാരോടും കടപ്പാടില്ല. വളരെ ഫ്രീ ആയ സമയമാണല്ലോ അത്. വിവാഹം കഴിച്ചിട്ടില്ല, യഥേട്ടം ഫ്രീ ആയ സമയമുണ്ട്. നല്ല ആരോഗ്യമുള്ള ഘട്ടമാണത്. ആ ആദ്യത്തെ ഘട്ടമാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഘട്ടം എന്റെ സഹോദരങ്ങളെ. രണ്ടാമത്തെ ഘട്ടം ഏതാ? രണ്ടാമത്തെ ഘട്ടം നമ്മൾ പറഞ്ഞല്ലോ 30 മുതൽ 60 വരെ ആയുസ് കൊടുത്തതാരാ? കഴുതയാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ എന്താ? കഴുതയെ പോലെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ കഴുതയെ പോലെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? കഴുതയെ മനുഷ്യൻ ഭാരം ചുമക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജീവിയാണ് കഴുത. കഴുതയുടെ മേലെ ഒരുപാട് ഭാരങ്ങൾ എങ്ങനെ എടുത്തു വെച്ചു നോക്കൂ. കഴുത പറയില്ല സ്റ്റോപ്പ്, മതിയോ എന്ന് പറയില്ല. എത്ര ഭാരം നിങ്ങൾ എടുത്തു വച്ചാലോ ആ ഭാരം ചുമന്നു പോകുമല്ലോ കഴുത. അതേപോലെയാണ് 30 മുതൽ 60 വരെ മനുഷ്യന്റെ സ്ഥിതി. 25-ാമത്തെ വയസ്സിൽ ആപ്പോനെ കല്യാണം കഴിപ്പിച്ചു. 26-ൽ കുട്ടി, 27-ൽ കുട്ടി 1, 29-ൽ കുട്ടി 2, 31-ൽ കുട്ടി 3, 34-ൽ കുട്ടി 4, 36-ൽ കുട്ടി 5. എന്താ പുസ്തകങ്ങളീ പറഞ്ഞ്? നാം ഒന്ന് നമുക്കൊന്നാണിപ്പോ അല്ലേ? ഹംദോ ഹമാരേദോ, നമ്മൾ 2 നമുക്ക് 2. അവിടുന്ന് പോയി, അവിടെ നിന്ന് പോയി. ഹം ഏക് ഹമാരേ, നമ്മളൊന്നാണ്, നമ്മുടേതും ഒന്ന് മതി. ഇനി വരാൻ പോണ എന്താ നിങ്ങള്? ഹം ഹേ ദൂസര നഹി ജായേ, നമ്മളുണ്ട്, ഇനി വേറെ ശല്യത്തിനായി വേറൊരാൾ വേണ്ട. കണ്ട കാര്യങ്ങളുടെ പോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ സാലിഹീങ്ങളാക്കി തരട്ടെ. ഞാൻ പറയുന്നത് 25-ൽ കല്യാണം കഴിഞ്ഞു. പിന്നെ ഓരോ 2 കൊല്ലത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവൂലേ? എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ ഉസ്താദേ, നിങ്ങളെന്താ ഈ 2 കൊല്ലത്തിൽ ഒരു കുട്ടിയോ? കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി തന്നെ ഞാൻ എൻ്റെ ഓളോട് ചോദിച്ചു നമുക്ക് കുട്ടികളെപ്പോഴാണ് വണ്ടി? ഓള് പറഞ്ഞ 5 കൊല്ലത്തിന് ഭർത്താനം തന്നെ മുണ്ടിപ്പോണ്ട. ഇന്നത്തെ ആദ്യ രാത്രിയിലെ അറയിലെ ചർച്ച 5 കൊല്ലത്തിന് കുട്ടികൾ തന്നെ വേണ്ടാന്ന്. ചിലപ്പോ അള്ളാഹു തീരുമാനിക്കും തീരെ വേണ്ടാന്ന്. അങ്ങനുണ്ട്. ഒരു ചെറുപ്പക്കാരന്റെ പരിചയത്തിലുണ്ട്. അവൻ കരഞ്ഞു നടക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞ 2-ാമത്തെ മാസത്തിൽ അവന്റെ ഭാര്യ ഗർഭിണിയായി.
അവനും ഭാര്യയും തീരുമാനിച്ചു ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്ന്. ആലോചിക്കേണ്ട സഹോദര, ആശുപത്രിയിൽ പോയിട്ട് അബോർഷൻ നടത്തി. തന്റെ ഗർഭപാത്രത്തിൽ ജനിക്കാതിരിക്കുന്ന ചോര പൈതലിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു അവർ. പെങ്ങളെ കേൾക്കണേ, പിന്നെ അവൻ 13 കൊല്ലമാ കരഞ്ഞു നടന്നത്. അറിയാം, 13 കൊല്ലം കരഞ്ഞു നടന്നു. ഉള്ള മക്കാമിലൊക്കെ പോവും, എവിടെ ദ്വാ സമ്മേളനമുണ്ടെങ്കിലും പോകാം. എനിക്കറിയാം കണ്ണൂർ ജില്ലയിൽ എവിടെ പരിപാടി ഉണ്ടെങ്കിലും അവൻ വരും. എന്തിന്? പൊട്ടിക്കരഞ്ഞ് ദ്വാ ചെയ്യാൻ. ചിലപ്പോ അള്ളന്നോട് തീരുമാനിക്കും തീരെ വേണ്ട, പടച്ചോൻ കാക്കട്ടെ. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. മക്കളില്ലാത്ത വല്ലവരും ഈ സദസ്സിലുണ്ടോ? അവർക്ക് നീ സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു 25ലോ 26ലോ കല്യാണം കഴിഞ്ഞ് 30 കുട്ടി, 32, 34 ഓരോ കുട്ടികളായി 4-5 മക്കളായി. 30 മുതൽ 60 വരെ മനുഷ്യന്റെ സ്ഥിതി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഭാര്യ, മക്കൾ, അവർക്ക് ആവശ്യമായ ഭക്ഷണം, അതേപോലെ വസ്ത്രം, പാർപ്പിടം, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ അവരുടെ വിവാഹം, അങ്ങനെയുള്ള ഒരുപാട് ചെലവുകളേറി. ചെലവുകൾ ഭാരമേറ്റി പോകുന്ന കഴുതയെ പോലെയാണ് മനുഷ്യൻ. ഇങ്ങനെയുള്ള ഒരുപാട് ഭാരങ്ങളാണ് 30 മുതൽ 60 വരെ. എന്റെയൊക്കെ ഘട്ടതാണ്, ഈ സദസ്സിലുള്ള പല ആളുകളുടെയും ഘട്ടമതാണ്. 30-60 എന്ന് പറഞ്ഞാൽ കുടുംബഭാരമേറ്റുന്ന കഴുതയെ പോലെ, ഭാരമേറ്റുന്ന കഴുതയെ പോലെ കുടുംബഭാരമേറ്റുന്നവരാണ് നമ്മൾ. 30 മുതൽ 60 വരെ. അതുകൊണ്ട് എന്റെ സഹോദര, 24-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിക്കാനും കഴിയുന്ന പോലെ 38-ൽ നിസ്കരിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. 22-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് നിസ്കരിക്കാനും കഴിയുന്ന പോലെ 48-ാമത്തെ വയസ്സിൽ നിസ്കരിക്കാനും കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. 22-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആണ്. 48-ാമത്തെ വയസ്സിൽ ഒരു മകളെ കല്യാണം കഴിച്ച കടക്കാരനാണ് ഇയാൾ. ഒരു മകളെ കല്യാണം കഴിച്ച കടക്കാരനാണ്. അതാൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയതാണ്, ടൗൺ പള്ളിയിൽ. അപ്പോഴാ രണ്ടാമത്തെ അത്തഹിയ്യാത്ത്, ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് ഓർമ്മ വന്നത്, പടച്ചോനെ അന്ത്രുഹാജിക്ക് കൊടുക്കാന്ന് പറഞ്ഞ 2 ലക്ഷത്തിന്റെ അവധി ഇന്നാണല്ലോ റബ്ബേ, അയാളൊറ്റ ഈ പള്ളിയിൽ നിസ്കരിക്കാണ്ടാവോ? അപ്പൊ ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓനിങ്ങനെ ഓതുമ്പോഴേ അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ് എന്നോനിങ്ങനെ ഓതുമ്പോ ഒന്നുമല്ല മനസ്സിൽ, പഠിച്ചോനെ ഞാനിവിടെ നിസ്കരിക്കാൻ കയറി ഇത് കുടുങ്ങിപ്പോയല്ല റബ്ബേ, അന്ത്രോജിറ്റ് ഇവിടെ ഉണ്ടാവോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, 22-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് മനസ്സ് ഫ്രീ ഉള്ള പോലെ 48-ൽ നിങ്ങളുടെ മനസ്സ് ഫ്രീ ആകൂല്ല. ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ ഔ ഐനൻ മുത്ഗിയാ ഔ മറമൻ മുഫ്സിദാ ഔ ഹറമൻ മുഫന്നിദാ ഔ മൗതൻ മുജ്ഹിസാ അവി ദജ്ജാൽ فشر غائب ينتظر أبي الساعة والساعة وضحى وأمر. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ, അല്ലാഹുവിനെ തന്നെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാം നിങ്ങളെ പിടികൂടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 30-60 വരെ സമാധാനം കിട്ടൂല. അതുകൊണ്ട് യൗവനമുണ്ടല്ലോ, 30 വയസ്സിന്റെ താഴെയുള്ള ഘട്ടമുണ്ടല്ലോ, ഉപയോഗപ്പെടുത്തണേ. അത് കഴിഞ്ഞാലോ അതിനേക്കാളും വിഷമാണ്. 60-80 വരെ ആയുസ് കൊടുത്തതാരാ? 1 മിനിറ്റേ ഉള്ളൂ, ഞാൻ പറഞ്ഞു തീരൂലല്ലോ. ഞാൻ ഇവിടെ അവസാനിപ്പിച്ചോട്ടെ, ദ്വാരന്നോട്ടെ. എന്താ ചെയ്യണ്ടേ? 11 അടുത്ത വരവിൽ പറയാൻ നമുക്ക്. ഇനി പോണ്ടിയോലിൻ്റെ പോകട്ടോ. ഞാൻ പറഞ്ഞ 11:08 ഞാൻ ഇത് പറഞ്ഞ് തീരുന്നവരെ ഇരിക്കാൻ പറ്റാവുന്നവർക്ക് ഇരിക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും.
ആ ദുആ കൂടെ കഴിഞ്ഞു പോകണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക്, വാപ്പാക്കും ഉമ്മാക്കും ആമീൻ ചൊല്ലിയിട്ട് പോകാം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയും ഇരിക്കാം. ഒരു നിർബന്ധമില്ല, ഒക്കെ ഇഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. 60 to 80 വരെ കൊടുത്തതാരാ? നായ കൊടുത്തതെന്ന് എന്താ അർത്ഥം? 60 വയസ്സിന്റെ മേലെ 80 വയസ്സ് വരെ മനുഷ്യന്റെ സ്ഥിതി നായന്റെ സ്ഥിതിയാണ്. മനുഷ്യൻ നായയെ ഉപയോഗപ്പെടുത്തൽ എന്തിനാ? കാവൽ കിടക്കാൻ. 60 കഴിഞ്ഞ അധിക മനുഷ്യന്മാർ ശരിയാന്നല്ലേ. ഒരിക്കൽ ഞാൻ എൻ്റെ പള്ളിയിൽ സുബൈക്ക് സാധാരണ കാണാത്ത ഒരാളെ ഞാൻ കണ്ടു. അയാൾ സാധാരണ എൻ്റെ പള്ളിയിൽ ഉണ്ടാവില്ല. അയാൾ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് സുബൈ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് ചോദിച്ചാതെ നിങ്ങൾക്കറിയില്ല, നിങ്ങളെ ഈ പള്ളീൻ്റെ അടുത്തുള്ള ഈ വീടില്ലേ, ആ വീട് എൻ്റെ മോളെ വീടാണ് ചോദിച്ചു. എന്നിട്ട് അല്ല മോളെ പുതിയാപ്പിളത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അയാളിപ്പോൾ ഗൾഫിൽ പോയപ്പോൾ ഞാൻ ഓക്ക് കാവലെടുക്കാൻ പോകുന്നതാണ്. അയാൾ അതേ വർത്താനം, എന്റെ മകൾക്ക് കാവൽ കിടക്കാൻ പോകുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു ഭാര്യയും ഇവിടെ ഉണ്ടോ ചോദിച്ചു. അപ്പം എന്നോട് ഞാൻ അല്ല അതെ ഭാര്യ വേറൊരു മോളുടെ, ആ പുതിയാപ്പിളി ഗൾഫിലാണ്, ഭാര്യ അവിടെ കാവലെടുക്കുകയാണ്, ഞാൻ ഇവിടെ കാവലെടുക്കുകയാണ്. അയാൾ എന്നോട് പറഞ്ഞ അതേ വാക്കാണ്. 60 കഴിഞ്ഞാലുള്ള സ്ഥിതി ഏതാണ്? ഇപ്പൊ കുറച്ചൊക്കെ പ്രായമുള്ള ഈ സസിൽ കാണുന്നില്ല, എല്ലാ വയസ്സന്മാരും എല്ലാ പ്രായമുള്ള ഈ സസുഖം ഒന്നുമില്ല. എന്താ വയലിന് വരുന്ന സമയത്ത് മക്കൾ പറഞ്ഞിട്ടുണ്ടാവും, വാപ്പേ ഓ പിന്നെ ഞങ്ങൾ വയലിന് പോവാണ്, വാപ്പ ശ്രദ്ധിക്കൂലേ? ആ മക്കളെ നിങ്ങൾ പോയിക്കോളി. ആ മൂത്ത മോള്, വാപ്പേ ഞാൻ എൻ്റെ വലിയ മാല വെൽപ്പിൽ അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഏതെങ്കിലും കള്ളന്മാർ വേണ്ടേ? ആരും മാലൊന്നും ഇവിടെ അയച്ചു വെച്ചിട്ടില്ലേ? അങ്ങനെ പറയാൻ മൂത്ത മോള് പറയണ വാപ്പനോട്, വാപ്പേ എന്റെ മാല ഞാൻ അവിടെ വെച്ചു വെക്കാണ്. അപ്പൊ രണ്ടാമത്തെ മോള് വള അവിടെ വെച്ചിട്ടുണ്ടേ, വാപ്പ ശ്രദ്ധിക്കൂലേ? ആ വാപ്പ കാവല് കിടക്ക, വീട് ഉറങ്ങിപ്പോരുതേ. ഇല്ല മക്കളെ നിങ്ങൾ ദ്വാരക്കാൻ പറയും, പണ്ട് ഞാനേന്നു കൺവീനർ ചെയ്യാൻ കാവലെടുക്കാം. കല്യാണത്തിന് പോകുമ്പോ മക്കൾ പറയാണപ്പാ ഓ ഞങ്ങൾ കല്യാണത്തിന് പോട്ടെ, നിങ്ങൾ വരൂ. ഞങ്ങൾക്ക് വരാൻ കഴിയില്ല മക്കളെ, വാപ്പക്ക് ഇരിക്കാൻ പറ്റൂല വണ്ടിയിൽ, ഡിസ്കിന് തേയ്മാന നിങ്ങൾക്ക് അറിയില്ലേ. എന്നാ വാപ്പ ശ്രദ്ധിക്കൂലേ, ഞങ്ങളെല്ലാരും പോയിക്കോട്ടെ, ആരെങ്കിലും ഇവിടെ നിൽക്കണം, വേണ്ട നിങ്ങളൊക്കെ പോയിക്കോളി, വാപ്പ കാവലെടുക്കണം. രാത്രി വാപ്പക്ക് ഉറക്കം വരില്ല, രാത്രി കാവലെടുക്കണ നായ ശ്രദ്ധിച്ചനങ്ങള് എന്തേലും ചെറിയ ശബ്ദം കേട്ടാൽ കുരക്കും. അതേപോലെ വാപ്പ രാത്രി ഞാൻ പരിഹസിക്കല്ലോ കേട്ടോ, ഏതൊരു മനുഷ്യന്റെ സ്ഥിതി അങ്ങനെ രാത്രി കുരക്കുക. 2 മണിക്ക് കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ മോളും പിതാപ്പിളി വിരുന്ന് പാർക്കാൻ വന്നതാണ്. ഇയാളെ ചുമോണ്ട് ഇവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോളാ പുതിയാപ്പിള പറഞ്ഞു, ഇനി മേലാൽക്ക് അങ്ങനെ എൻ്റെ വീട്ടിക്ക് വിരുന്ന് പാർക്കാൻ പറയാൻ വേണ്ടി തണ്ടൻ്റെ കൊര നിന്നിട്ട് വരണ്ട് ഞാന്. എന്താ ചുമക്കണ്? അല്ലാഹുവേ ആരോഗ്യം നിലനിർത്തി തരണേ റബ്ബേ. റഹ്മാനായ അല്ലാഹ് ആരോഗ്യം നിലനിർത്തി തരണേ റബ്ബേ. എന്റെ ചെറുപ്പക്കാരെ, 60 കഴിഞ്ഞിട്ട് തഹജ്ജുദ് ആരംഭിക്കാമെന്നൊരു മനുഷ്യൻ വിചാരിച്ചാൽ കഴിയില്ല എന്റെ സഹോദര. ടൈം പീസ് അയാൾ തിരിച്ചു വെച്ച് കടന്നതാണ്. ടൈം പീസ് തിരിച്ചു വെച്ചാ കടന്നത് 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് കരുതിയിട്ട് സമയമാകുമ്പോൾ ടൈം പീസ് അതിൽ ശബ്ദം പുറത്തു വരുമല്ലോ, അയാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. എഴുന്നേറ്റ പാടെ തലകറങ്ങി വീഴുകയാണ്. 64-ാമത്തെ വയസ്സ് മുതൽ ഒരു തഹജ്ജുദ് നിസ്കാരക്കാരനാകാം എനിക്കൊന്ന് ചെറുപ്പക്കാരാ. നിങ്ങൾ വിചാരിച്ചാൽ കഴിയില്ലെന്റെ സഹോദര. ഏറ്റവും നല്ല പ്രായമാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗം വാങ്ങാൻ പറ്റുന്ന കാലമാണത്. 80 മുതൽ 90 വരെ കൊടുത്തതാരാ? കൊരങ്ങനാ കൊടുത്തതെന്നാ? 80ന്റെ മേലെ 90 വരെ മനുഷ്യന് കൊരങ്ങന്റെ സ്വഭാവം. എന്താ കൊരങ്ങന്റെ സ്വഭാവം? ഒരു ചില്ലിയിൽ നിന്ന് മറ്റേ ചില്ലിയിലേക്ക് ചാടുക, ഒരു മരത്തിൽ നിന്ന് മറ്റേ മരത്തിലേക്ക് ഇങ്ങനെ ചാടി പോവുക. അതാണ് കൊരങ്ങന്റെ സ്വഭാവം. അതേപോലെ മനുഷ്യന്റെ സ്വഭാവം. വയസ്സാവണ സമയത്ത് മനുഷ്യന് വരുന്നൊരാഗ്രഹം പാർക്കാൻ പോവാ. മൂത്ത മോന്റെ അടുത്തൊരു 5 ദിവസം, രണ്ടാമത്തെ മകന്റെ അടുത്തൊരു 4 ദിവസം, മൂന്നാമത്തെ മകന്റെ അടുത്തൊരു 10 ദിവസം, നാലാമത്തെ മകന്റെ അടുത്തൊരു 2 ദിവസം, അഞ്ചാമത്തെ അടുത്ത് വാപ്പ പോവന്നില്ല, വാപ്പിയോനും തമ്മിൽ. അങ്ങനെ മൂത്ത മകന്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി 5 ദിവസം നിൽക്കാൻ വേണ്ടി ചെന്നതാണ്. ആദ്യത്തെ രാത്രി തന്നെ ചെന്നതാണ്. ഞങ്ങളെ കാക്കണേ റബ്ബേ. അങ്ങനെ ചെന്ന് മോനെ വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓളിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ നന്ദന നോക്കാനാ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
ആരെ ഏക്കണുണ്ട്? ഈ വാപ്പ ഏക്കണുണ്ട്. അല്ലാഹുവേ പഠിച്ചോനെ, മറ്റുള്ളവർക്ക് ഭാരമാകുന്നൊരവസ്ഥ വരെ ഞങ്ങളെ ആരെയും നീ പിന്തിക്കല്ല റബ്ബേ. അങ്ങനെ തന്നു. ഇയാൾ അറിയാതെ രാത്രി മൂത്രമൊഴിച്ചു പോയി. അങ്ങനെയുള്ള മനുഷ്യന്റെ സ്ഥിതി. ومن نعمره ننكسه في الخلق أفلا يعقلون. വല്ലവർക്കും നമ്മൾ ആ ദീർഘായുസ് കൊടുത്താൽ അവനെ നാം സെട്ടിപ്പിൽ തലതിരിച്ചു കൊണ്ടുവരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. സൂറത്തു യാസീനിൽ ഒരാൾക്ക് ദീർഘായുസ് കൊടുത്താൽ അയാളെ സെട്ടിപ്പിൽ തലതിരിച്ചു കൊണ്ടുവരുന്ന. അപ്പൊ 80 വയസ്സുള്ള ആരുടെ സ്ഥിതി? 2 വയസ്സുള്ള കുട്ടിയെ പോലെ. 90 വയസ്സുള്ള ആരുടെ സ്ഥിതി? 1 വയസ്സായ കുട്ടിയെ പോലെ. 100 വയസ്സുള്ള ആരുടെ സ്ഥിതി? 6 മാസമായ കുട്ടിയെ പോലെ. ഞാൻ കണ്ടു, കൊണ്ടൂർ ജില്ലയിൽ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, സാർ എൻ്റെ അമ്മ ഉണ്ട്, ഒന്ന് വന്ന് കണ്ടുകൂടിയെന്നു. ഞാൻ ഉള്ളിൽ പോയി നോക്കുമ്പോൾ വളരെ ചെറിയ കട്ടിൽ ഒരു പെണ്ണുങ്ങൾ പായ് പോലും ഇടാതെ അങ്ങനെ ചുരുണ്ട് കിടക്കുക. ഞാൻ ചെന്ത പായ് ഇട്ട് കൊടുക്കാത്തത്. അപ്പം എന്നോട് സാറേ പായിന്ന് നിരങ്ങി നിലത്തേക്ക് പോകുന്ന കരുതിയില്ല. എത്ര വയസ്സുണ്ട് വെച്ചു? 110 വയസ്സ്. ഞാൻ ചോദിച്ചു, സംസാരിക്കുമോ? എന്നോട് പറഞ്ഞില്ല, ഒന്നും പറയില്ല. ഞാൻ ചോദിച്ചു, ഭക്ഷണം കഴിക്കുമോ? എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കും, പക്ഷേ എല്ലാ ഭക്ഷണവും വെള്ളം പോലെ ജ്യൂസാക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. ചുണ്ടിലിങ്ങനെ ഉറ്റിച്ചു കൊടുക്കാറാ. 6 മാസം പ്രായമായ കുഞ്ഞിന് ഭക്ഷണം നൽകുന്ന പോലെ. ഞാൻ ചോദിച്ചു മലവും മൂത്രമൊക്കെ? എന്നോട് പറഞ്ഞു അറിയാതെ മൂത്രം പോവും, അങ്ങനെ ഞാൻ എടുത്ത് കഴിക്കും. 6 മാസമായ കുട്ടിയെ പോലെ തന്നെ. ومن نعمرها ننكسه في الخلق أفلا يعقلون. വല്ല മനുഷ്യനും നമ്മൾ ദീർഘായുസ് നൽകിയാൽ സെട്ടിപ്പിൽ നമ്മൾ അവരെ തലതിരിച്ചു കൊണ്ടുവരോ. ഈ വാപ്പ എത്രയോ പൂതിയോടെ ആദ്യത്തെ മകന്റെ അടുത്ത് 5 ദിവസം നിൽക്കാൻ പോയതാ. ആദ്യ രാത്രി തന്നെ അറിയാതെ മൂത്രമൊഴിച്ചു പോയി. വീട്ടിന്റെ അകത്ത് നിന്ന് മകന്റെ ഭാര്യതാ എന്തൊക്കെയോ പറയുന്നുണ്ട്. പാവം വാപ്പ. ഈ മകൻ ഗത്യന്തരമില്ലാതെ വാപ്പയോട് പറയാണ്, ഉപ്പ അർജന്റായി എനിക്ക് തിരുവനന്തപുരം ഒന്ന് പോകാനുണ്ട്, എന്നെ വിളിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പോവാണ്. വാപ്പ കുഞ്ഞോന്റെ അടുത്തൊന്ന് പോയി നിൽക്കുന്ന രണ്ടാമത്തെ മകന്റെ അടുത്തേക്ക് 5 ദിവസം നിൽക്കണേ എന്നുള്ള മോഹമായി പോയതാണ്. ഒരു ദിവസം പോലും മകൻ നിർത്തിയില്ല. രണ്ടാമത്തവന്റെ വീട്ടിലേക്ക് വന്നപ്പോ രണ്ടാമത്തവന്റെ വാപ്പ ഭാരമായി തോന്നുകയാ. സഹോദരാ, നമ്മൾ മൂത്രമൊഴിക്കുന്ന ഘട്ടമായപ്പോ നമ്മളൊരു ഭാരമായി വാപ്പക്ക് തോന്നിയിട്ടില്ല. നമ്മളുടെ ചെറുപ്പത്തിലാ 2 വയസ്സ് പ്രായമായ സമയമാ. ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി വാപ്പ വീട്ടിലേക്ക് വന്നതാണ്. കയറി വന്ന പാടെ കാണുന്നത് അമ്മയാണ്. വാരിയെടുത്തൊരു ചുംബനം തരാൻ വേണ്ടി എടുത്തു പൊക്കിയതാ. വാപ്പയുടെ നെഞ്ചത്തേക്കല്ലേ നമ്മൾ മൂത്രമൊഴിച്ചു കൊടുത്തത്, എന്നിട്ട് പോലും ഒരു ചുംബനം അധികം തന്നതല്ലേ. ആ വാപ്പയെ വേണ്ടാതെയായി. 80-90 വരെ മനുഷ്യന്റെ സ്ഥിതി ഒരങ്ങനെ പോലെ ഓരോ സ്ഥലത്തേക്ക് തന്നെ മാറി 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 പാർക്കാൻ പോവാ. 90 കഴിഞ്ഞാൽ പിന്നെ ഐസ് കൊടുത്തതാരാ? 90 കഴിഞ്ഞിട്ട് ആരാ കൊടുത്തത്? കൂമൻ. 90ന്റെ മേലെ വല്ല മനുഷ്യനും ജീവിക്കാണേ ഓന്റെ കഥ കൂമന്റെ വൈര് തന്നെ. വാപ്പ ചായ കുടിച്ചോ? അങ്ങനെ കിടക്കണ്ട. പാപ്പ മരുന്ന് കഴിച്ചോ? കഴിച്ചില്ലേ? വാപ്പ ഉമ്മ ഇവിടെ വന്നീനോ? വന്നില്ലേ? ഒക്കെ കൂമന്റെ വരി. വാപ്പ കുറെ സമയമായി നിങ്ങൾ വലത്തോട്ട് ചിരിഞ്ഞ് കിടക്കുന്നു, ഞാൻ ഇടത്തോട്ട് മാറി കിടക്കണോ? അങ്ങനെ തന്നെ കിടന്നാ മതിയോ? ഒക്കെ അതാ മനുഷ്യൻ. 90 കഴിഞ്ഞ മനുഷ്യന്റെ അവസ്ഥ. ഇങ്ങനെ ഏതാനും വർഷങ്ങളാ മനുഷ്യന് ജീവിക്കാനുള്ളത്. ഇതിൽ ഒരാൾക്ക് സ്വർഗം നേടാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രായമേതാ? ചെറുപ്പക്കാരെ ചിന്തിക്കണേ. നല്ല പ്രായമാ നിങ്ങളിലൂടെ കടന്നു പോകുന്നത്. അള്ളാഹു നൽകിയ 25ാമത്തെ വയസ്സിലെ ആരോഗ്യം എന്റെ പ്രിയമുള്ള സഹോദര ഫുട്ബോളിന് കൊടുത്തു കളയരുത്. വൈകുന്നേരം മഗ്രിബ് ഖളാ ആകാത്ത രീതിയിൽ ആരോഗ്യമുണ്ടാകാൻ 1 മണിക്കൂർ കളിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ജീവിതം തന്നെ കളിയാക്കി മാറ്റല്ലടാ.
നിങ്ങളുടെ നല്ല ആരോഗ്യമുള്ള ഘട്ടമുണ്ടല്ലോ, അത് ക്രിക്കറ്റ് കളിക്കാൻ 6-8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് കളിയിലായി നശിപ്പിച്ചു കളയുക. എന്റെ സഹോദര കൈവിരലുകൾക്ക് നല്ല ആരോഗ്യമുള്ള ഘട്ടമുണ്ടല്ലോ. ഞാനിത് അങ്ങോട്ട് വരുന്ന സമയത്ത് ഏതോ ഒരു സ്ഥലത്തെത്തി ഞാൻ ശ്രദ്ധിച്ചു. വണ്ടി ബ്ലോക്കായി നോക്കുന്ന സമയത്ത് കുറെ മനുഷ്യന്മാർ ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ചെയ്ത് മഗ്‌രിബൊക്കെ കഴിഞ്ഞ സമയം ഇരുന്നിട്ട് പോലും എന്താ കോട്ടിക്കടിക്കേ ക്യാരം ബോർഡ് ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ലല്ലോ, കുറവാന്നേ പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ടോ സംശയമില്ലേ? ഇരുന്നിട്ട് ഓന്റെ വിലമതിക്കാനാവാത്ത ജീവിതേ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, സമയം തട്ടി നശിപ്പിച്ചു കളയല്ലേ. എന്റെ സഹോദര, ഉള്ള സമയം മുഴുവൻ വാട്സപ്പിലായി ചാറ്റിങ്ങിലായി കളയൽ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിത നമ്മൾ നശിപ്പിച്ചു കളയുന്നത് സമയമാ. നമ്മൾ നശിപ്പിച്ചു കളയുന്നത് തിരിച്ചു കിട്ടുകയില്ല. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ. ഒരുപക്ഷേ നിങ്ങളെ പിടികൂടുന്നത് അല്ലാഹുവിനെ തന്നെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആ ദാരിദ്ര്യത്തിൽ അല്ലാഹുവിനെ ഓർക്കാനും കഴിയണമെന്നില്ല. അങ്ങനല്ലേ ഇത്ര മനുഷ്യന്മാര് ദാരിദ്ര്യത്തിന്റെ അകപ്പെട്ട് നിവരാൻ കഴിയാതെ മുങ്ങിക്കളിക്കുന്ന ആളുകൾ എത്ര ഉണ്ട്. മുങ്ങിപ്പോയവർ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പുണ്യനബി പറയാണ്, അല്ലാഹുവിനെ തന്നെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാം നിങ്ങളെ പിടികൂടുന്നത്. 4-5 വലിയ ബിസിനസ് തുടങ്ങിയതായിരുന്നു, ബിസിനസ് ആകെ തകർന്നു പോയി. സുപ്രഭാതത്തിൽ ദാരിദ്ര്യം നമ്മളെ പിടികൂടാനല്ലോ. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, എന്റെ റൂമിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് നാളേക്ക് 50 ലക്ഷം റുപ്യ കിട്ടിയിട്ടില്ല എങ്കിൽ ഒരു കാറിന്റെ ഘട്ടം ചെലവഴിക്കലാണ് നല്ലത്. ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കാൻ 50 ലക്ഷം റുപ്യ, അതാ ദാരിദ്ര്യം. അല്ലാഹു കാക്കട്ടെ. ആ സമയത്ത് നിസ്കാരം ശരിക്കാവും തോന്നുന്നത്. ആ സമയത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ അല്ലാഹ് എന്ന ചിന്തയിൽ നിസ്കരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഏറ്റവും നല്ല സമയമാണ് നമ്മിലൂടെ കഴിഞ്ഞു പോകുന്നത്. ആ സമയം അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി കളയല്ലേ. മലപ്പുറത്തിന്റെ ഹൃദയത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്നെനിക്കറിയാം. ഞാനൊരിക്കൽ വയലു കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ കണ്ട ചില വേദന പറയാൻ. ഞാൻ ശ്രദ്ധിച്ചു, രാത്രി 1 മണിക്കാണ് ഒരു 5-8 ചെറുപ്പക്കാർ നല്ല ഉഷാറുള്ളവരെയാണ്. മാസിലൊക്കെ ഞാനോ നീയോന്ന് മാതിരി എടുത്തു നിൽക്കുന്ന ആൾക്കാർ, 5-8 ചെറുപ്പക്കാർ. നോക്കുമ്പോ വലിയൊരു ബോർഡ് പോലെ എല്ലാവരും കൂടി പുറത്തിങ്ങനെ താങ്ങിയിട്ട് കൊണ്ടുപോവാം. ഞാൻ ശ്രദ്ധിച്ചെന്താ വല്ല സമ്മേളനത്തിന്റെ ബോർഡായിരിക്കുന്നതാണ്. വണ്ടി ഒന്ന് സ്ലോ ആക്കാൻ പറഞ്ഞു ഡ്രൈവറോട്. സ്ലോ ആക്കി നോക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്നത് എന്താ, ആ വലിയ ബോർഡ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് കയ്യിൽ പാരകൾ എടുത്തിട്ട് കുഴി കുടിച്ചുകൊണ്ടിരിക്കുകയാ. ഈ ബോർഡ് ആ റോഡിന്റെ സൈഡിൽ നാട്ടാനായി. ഞാൻ ശ്രദ്ധിച്ചു, എന്ത് ബോർഡാ? വല്ല മതപ്രഭാഷണത്തിന്റെയും അല്ലെങ്കിൽ മതസംഘടനകളുടെയും പരസ്യത്തിന്റെ ബോർഡാകുമോ? അല്ല. റൊണാൾഡോ എന്ന് പറയുന്ന അന്നത്തെ താരമായിരുന്ന വേൾഡ് ഫുട്ബോൾ രംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന താരത്തിന്റെ വലിയ ചിത്രമുണ്ട്. ആ ഫ്ലക്സ് റോഡിന്റെ സൈഡിൽ നാട്ടിയിടാൻ അവർ കുഴി കുഴിക്കുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റൊണാൾഡോ അറിയുന്നുണ്ടോ? ചെറുപ്പക്കാരാ, നീ എത്ര പണമാടടാ അതിന് വേണ്ടി മുടക്കിയത്? നിനക്ക് ആരോഗ്യം തന്ന റബ്ബിനാണോ നീ ആരോഗ്യം ചെലവഴിച്ചത്? അല്ലാഹുവിന്റെ മുമ്പിലുള്ള ചോദ്യമാണത്. അല്ലാഹുവിന്റെ മുമ്പിലുള്ള ചോദ്യമാണ്. ആലോചിച്ച് നോക്കൂ, 25-ാമത്തെ വയസ്സിലാണ് പണിന്താ? ജീവിതം മുഴുവൻ കളിച്ചു കളയാ. ഒരിക്കൽ പോലും ഈ ആരോഗ്യം തന്ന റബ്ബിന് വേണ്ടി ഒരു 3 മണിക്ക് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹമുറാഹിമീനായ അല്ലാഹ് കാത്തുരക്ഷിക്കണേ റബ്ബേ. ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ. അല്ലാഹുവിനെ തന്നെ മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യമാകാം നിങ്ങളെ പിടികൂടുന്നത്. അല്ല, നിങ്ങൾ മുതലാളിയായി വെക്കുക,
അള്ളാഹുവിന്റെ ദീനിനെ എതിര് പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സമ്പത്താകാം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ എതിര് ചെയ്യുന്ന സമ്പത്താകാം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നത്. ദോഷം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സമ്പത്താകാം. ഒരു പാവപ്പെട്ടവന്റെ കല്യാണം നടക്കാനാണ് ഗാനമേളുണ്ടാവും. നിങ്ങളെന്താ ഉണ്ടാവും ഇല്ല? എന്താ കാരണം? ഓന് കുട്ടിക്ക് സ്വർണം തന്നെ കൊടുക്കാൻ ഇടങ്ങാറാ, പിന്നെ ഗാനമേളക്ക് ആളെ വിളിക്കാം. നല്ലൊരു പണക്കാരനാണെങ്കിലോ, പണക്കാരനാണ് ഓന് തോന്നുന്നത് എന്താ ഒരു ഹരായാൽ എന്താ തിരക്കട്, അതുകൊണ്ട് ഒരു ഗാനമേളക്ക് ആളേൽപ്പിക്കാൻ തോന്നുന്നു. ഇനി സമ്പന്നനായി എന്ന് തന്നെ വെക്കുക, ആ സമ്പത്ത് അല്ലാഹുവിനെ എതിർ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് പുണ്യനബി പിന്നെയോ മർലൻ മുഫ്സിദാ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളയുന്ന രോഗമാകാം നിങ്ങളെ പിടികൂടുന്നത്. 40 വയസ്സാകട്ടെ, ഒരു ഉംറക്ക് പോയിട്ട് വേണം നന്നാകണമെന്ന് കരുതിയതാ. എന്നാൽ 38ാമത്തെ വയസ്സിലാണ് അവന് വയറിന്റെ ഭാഗത്തൊരു വേദന തോന്നിയത്. പരിശോധിച്ചു നോക്കി, ഡോക്ടർ 2 ആഴ്ചത്തേക്ക് മരുന്ന് കൊടുത്തോ, സുഖമായില്ല. സ്കാൻ ചെയ്തപ്പോഴാ അറിയുന്നത് വയറിൽ വലിയ മുഴയാ, വയറിൽ വലിയ മുഴയാണ് എന്നറിയുന്നത്. ഡോക്ടർ പറഞ്ഞു സുഖപ്പെടാനുള്ള യാതൊരു സാധ്യതയുമില്ല, 2 മാസമേ ഇദ്ദേഹത്തിന് ഞങ്ങൾ ആയുസ് കാണുന്നുള്ളവെന്ന്. എന്റെ സഹോദര, 40ാമത്തെ വയസ്സിൽ നന്നാവാം എന്ന് തീരുമാനിച്ചു നീ 39ാമത്തെ വയസ്സാകുമ്പോ മയ്യിത്ത് കട്ടിൽ കയറിയിട്ട് മയ്യിത്തായി ഖബറിലേക്ക് പോവുകയാണ് നീ. ഔ മറലൻ മുഫ്സിദാ, നിന്നെ നശിപ്പിച്ചു കളയുന്ന രോഗമാകാം നിന്നെ പിടികൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. പരിശുദ്ധമായ മക്ക മുക്കറമയിൽ ഉംറക്ക് വേണ്ടി പോയതാ. കൂടെ ആളുകളുണ്ട്. തവാഫ് കഴിഞ്ഞിട്ട് മത്താഫിൽ വെച്ച് ദുആ ചെയ്യുകയാണ്. കൂട്ടത്തിൽ ഒരാൾ എന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ അയൽവാസി ഉണ്ട്, 2 കണ്ണിന്റെയും കാഴ്ച പോയ ആളാ, കിഡ്നിയും നഷ്ടപ്പെട്ടു പോയ ആളാ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ദുആ ചെയ്യണേ. ഉംറയെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അയാളുടെ പ്രശ്നം? ചെറുപ്പക്കാരെ നന്നായി കേൾക്കണേ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാ. സമയമില്ലല്ലോ നമുക്ക് പറയാൻ, സമയം അതിക്രമിച്ചു പോകുന്നുണ്ടല്ലോ. ദുആ ചെയ്ത് പിരിയണം നമുക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. ഇദ്ദേഹം എന്നോട് പറയാണ്, അദ്ദേഹത്തിന്റെ അയൽവാസിയുടെ ഭാര്യ ഇദ്ദേഹം ഉംറക്ക് വരുന്നു എന്നറിഞ്ഞപ്പോ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. എന്താ പ്രശ്നം എന്നറിയോ നിങ്ങൾക്ക്? 32 വയസ്സുള്ള ചെറുപ്പക്കാരന്, ദുബായിലാണ് അദ്ദേഹത്തിന്റെ ജോലി, നല്ല ആരോഗ്യ ദൃഢഗാത്രന്, ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട സീറ്റിലാണ് അവൻ ഇരിക്കുന്നത്. 2 ലക്ഷം ഉറുപ്പികയാണ് മാസത്തിൽ ശമ്പളം. കേൾക്കണമെന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര്, ഏറ്റവും നല്ല സമയം നമ്മിലൂടെ കടന്നു പോവുകയാണ്. 2 ലക്ഷം ഉറുപ്പികയാണ് അദ്ദേഹത്തിന് ശമ്പളം. കമ്പനിക്ക് പ്രിയപ്പെട്ട ആളാ. ദുബായിലെ നല്ല സ്ഥലത്തു തന്നെ നല്ലൊരു ഫ്ലാറ്റ് ഇയാൾക്ക് കമ്പനി സ്വന്തമായി കൊടുത്തിട്ടുണ്ട്. 8 മണിക്കൂർ ജോലിയുള്ള കമ്പനിക്ക് ധാരാളം ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ആളാ. 8 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ ബാക്കിയുള്ള 16 മണിക്കൂർ അയാൾ റൂമിലാ ഉണ്ടാകാറുള്ളത്. എല്ലാ സിനിമയും കാണും, സീരിയലും കാണും, പിന്നെ ടിവിയുടെ മുമ്പിലാ ഉണ്ടാകാറുള്ളത്. പള്ളികളിൽ നിന്ന് ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ് എന്ന് ബാങ്കുലി കേട്ടാൽ അയാൾ കേൾക്കാറുണ്ട്. പക്ഷേ ഒരു നിസ്കാരത്തിന്റെ പോലും അദ്ദേഹം പോകാറില്ല. നിങ്ങൾക്ക് കേൾക്കണോ? ഇദ്ദേഹത്തിന്റെ 2 കിഡ്നിക്കും തകരാറ് സംഭവിച്ചോ. കമ്പനി അദ്ദേഹത്തെ ഫുൾ ചെലവും കൊടുത്ത് നാട്ടിലേക്ക് വിട്ടോ. കമ്പനി പറഞ്ഞു ചികിത്സിച്ചു വരുമെന്ന്. എന്താ കാരണോ? കമ്പനിക്ക് ഇയാൾ അത്രയും പ്രിയപ്പെട്ട ആളാ.
വലിയ ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. ഇയാൾ നാട്ടിൽ വന്നു ചികിത്സ കഴിഞ്ഞു തിരിച്ചു ദുബായിലേക്ക് ചെന്നു. മാസങ്ങൾ കഴിഞ്ഞില്ല, ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെടുകയാണ്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട അവന്റെ ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. കമ്പനി അയാളെ എക്സിറ്റ് അടിച്ചു നാട്ടിലേക്ക് തിരിച്ചുവിട്ടോ. നിങ്ങൾക്ക് കേൾക്കണോ? ഈ അയൽവാസി എന്നോട് പറയാണ്, ഭാര്യ പറയാണത്ര ഇപ്പോൾ അദ്ദേഹം വീട്ടിലാണ്. അദ്ദേഹം കുറച്ചു മുമ്പ് മരിച്ചുപോയി. ഭാര്യ എന്നോട് പറഞ്ഞതായി അയാൾ പറയുക, അദ്ദേഹത്തോട് പറഞ്ഞതായി അയാൾ എന്നോട് പറയുകയാണ്. ഭാര്യ പറയാണത്രേ, നിങ്ങളൊന്നവരോട് ദുആ ചെയ്യാൻ പറയണേ എന്ന്. എന്താ ഭാര്യ പറയുന്നത്? എല്ലാ ദിവസവും തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുമത്രേ. വീടിന്റെ റൂമിലെ ചുമരിങ്ങനെ തപ്പിപ്പിടിച്ചു ബാത്റൂമിൽ പോയി ഉദു ചെയ്യുമത്രേ. ഉദു ചെയ്തിട്ട് നേരെ വന്നിട്ട് കട്ടിലിന്റെ കാലിന്റെ ദിശ പിടിച്ച് കാല് പിടിച്ച് ഖിബലയുടെ ദിശ മനസ്സിലാക്കി ഖിബലയിലേക്ക് തിരിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിക്കുമത്രേ. വീട്ടിൽ ആരെയും ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് സ്വന്തമായി എഴുന്നേറ്റ് പോയി വന്ന് ഉദു ചെയ്ത് നിസ്കരിക്കോ. തഹജ്ജുദ് ഇങ്ങനെ നിസ്കരിച്ചിട്ട് ഇരിക്കുന്ന സമയത്താ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നത്. സ്വലാത്തു ഖൈറും മിനന്നൗം, ഉറക്കത്തെക്കാൾ നല്ലത് നിസ്കാരമാണെന്ന്. ആ സമയത്ത് ഇയാൾ ഇങ്ങനെ വിതുമ്പി കരഞ്ഞിട്ട് ദുആ ചെയ്യുമത്രേ. കണ്ണിന്റെ ഒരു ചെറിയ വെളിച്ചം താ അല്ലാഹ്, ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലൊന്ന് പോകാനുള്ള ഭൂതി കൊണ്ടാണ് എന്ന്. അല്ലാഹുവേ, കണ്ണിന് കാഴ്ചയുള്ള സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല അല്ലാഹ്, ജമാഅത്തിന് പോയി തിരിച്ചു വരാൻ മാത്രം എനിക്ക് കണ്ണിന്റെ കാഴ്ച തരണേ എന്ന് ഇയാൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമത്രേ. എവിടുന്ന് കാഴ്ച കിട്ടാൻ എന്റെ സഹോദരാ? ഭാര്യ പറയാണത്രേ, സുബഹി വീട്ടിൽ വെച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ വെച്ച് തന്നെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഭാര്യയോട് പറയുമത്രേ, പ്രിയപ്പെട്ടവളെ ആ മുസഹഫ് നിങ്ങെടുക്കുക എന്ന്. ഭാര്യ ഖുർആൻ എടുത്തു കൊടുത്താൽ ഖുർആൻ നെഞ്ചോടിങ്ങനെ ചേർത്ത് വെച്ചിട്ട് വിതുമ്പി കരഞ്ഞുകൊണ്ട് ഖുർആൻ ഇങ്ങനെ ചുംബനം കൊടുക്കുമത്രേ. പറയുമത്രേ, അല്ലാഹ്, എന്റെ രണ്ട് കണ്ണിനും നല്ല മൂർച്ച നീ തന്ന സമയം, നല്ല വെളിച്ചം തന്ന സമയം അല്ലാഹ്, ഒരു സിനിമയും സീരിയലും ഇല്ലാതെ റബ്ബേ ഞാൻ കണ്ടു തീർത്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ, ഞാൻ നാളെ മഹ്ശറിൽ വന്നാൽ നീ എന്നോട് ചോദിക്കുമല്ല, ഞാൻ നിനക്ക് കണ്ണ് തന്നിട്ട് നീ എന്താ ചെയ്തതെന്ന്. അല്ലാഹ്, മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഖുർആൻ ഖത്മ ചെയ്യാൻ അല്ലാഹുവേ കണ്ണിന്റെ കാഴ്ച തിരിച്ചു തരണേ, ഒരൽപ്പം വെളിച്ചം നീ തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഖുർആൻ എടുക്കുമ്പോൾ എന്റെ കാഴ്ച വരികയും ഖുർആൻ ഞാൻ ഓതി അവസാനിക്കുമ്പോൾ എന്റെ കാഴ്ച നീ തിരിച്ചെടുക്കുകയും ചെയ്ത റബ്ബേ എന്ന് പറഞ്ഞ് ഇയാൾ പൊട്ടിക്കറിയുമത്രേ. എവിടെന്ന് കാഴ്ച കിട്ടാൻ എന്റെ സഹോദരാ? कभी नौजवान मुस्लिम तदब्बुर भी किया तूने, वो क्या गर्दूं थे तू जिसका है एक टूटा हुआ तारा, तमद्दुन्ना फिरिन खल्लाक आईने जहानदारी, वो सहराए अरब यानी शुतरबानों का गहवारा, गवा दी हमने जो सिला खुसे मीरात पाई थी, थोड़ैया से जमीन पर ആസ്മാൻ ने हमको भी मारा. അല്ലാമ ഇഖ്ബാൽ ചോദിക്കുക, എടോ നിന്റെ പൂർവികളായ ആളുകൾ അവരുടെ യൗവനം എത്രമാത്രം ദീനിന് ഉപയോഗപ്പെടുത്തിയവരാണ്, നീയോ അലക്ഷ്യമായി അത് കളയുകയാണ്, അലക്ഷ്യമായി നീ അത് കളയുകയാണ്. ജഹാൻദാരി, ആ പദമൊക്കെ 2 ദിവസം വേദോരല്ല വിഷയം. कभी नौजवान मुस्लिम तदब्बुर भी किया तूने, वो क्या गर्दून था तू जिसका है एक टूटा हुआ तारा, तमद्दुन्ना फिरिन. അവർ സംസ്കാരം ഉണ്ടാക്കിയവരാണ്, സംസ്കാരത്തെ നശിപ്പിച്ചോലല്ല. നമ്മളെ യൗവനത്തിന് ഉപയോഗിക്കണതയോ ഉള്ള ഇസ്ലാമിന്റെ അവസാനത്തെ സംസ്കാരത്തെയും നശിപ്പിച്ചു കളയാൻ. മയ്യത്ത് കെട്ടിൽ പുതിയാപ്പിള ഉണ്ടോ? സിസ്റ്റം ഉണ്ടോ? ഇല്ല. രാത്രി കല്യാണം കഴിഞ്ഞിട്ട് ആ വീട്ടിന്റെ പുതിയാപ്പളുടെ വീട്ടിന്റെ പുറത്ത് പോയി പൊട്ടാസ് അല്ലേ, അതിന്റെ മേലൊരു സാധനല്ലേ, പടക്കം പൊട്ടിക്കണ ഏർപ്പാട് ഉണ്ടോ?
ഇല്ല. ആയിക്കോട്ടെ, ആചാര്യങ്ങളെ നല്ലോണം താങ്ങുണ്ട്. തമ്മാടിത്തരം, അതിന്റെ പേരാണ് തമ്മാടിത്തരം. എന്റെ പേര് സംസ്കാരം എന്നല്ല. എടാ ഇഖ്ബാല് പറയാ, എടോ ചെറുപ്പക്കാരാ, എത്ര കഷ്ടപ്പെട്ടാണ് അവർ ആ സംസ്കാരത്തെ, ഇസ്ലാമിക സംസ്കാരം സംസ്ഥാപിക്കാൻ ജീവൻ പണയപ്പെടുത്തിയവരവര്. നീ അത് നശിപ്പിക്കേ. പുതിയാപ്പള്ള കൊണ്ടുപോവാ മയ്യത്ത് കെട്ടില്ല. ഞാൻ ഈ വെനിഞ്ഞാന്ന് ഞാൻ കണ്ടു ഒരു പുതിയാപ്പള പോണ് ഫിയറ്റ് കാറിലാ. ഈ ഫിയറ്റ് കാർ ഇപ്പല്ല, ഇവനെ എവിടുന്നോ അതിനായിട്ട് പൈൻ്റ് അടിച്ചു കൊടുന്ന. എന്നിട്ടോ ഈ ഫിയറ്റ് കാർ ഇതിൽ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഇത് പോയില്ല, ഫും 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 എന്ന് കളിക്കാം. അതിന്റെ പിന്നിലുള്ള വേറെ ജീപ്പിന്റെ മേലുള്ള ഷീറ്റൊക്കെ കൂടി ഒഴിവാക്കിയിട്ട് കുറെ ഭയങ്കര മസിൽ പവറല്ല. രാവിലെ പോയിട്ട് അവന്റെ പണി എന്താ? രാവിലെ പോയിട്ട് ജിംനേഷ്യത്തിൽ പോയിട്ട് ജിം എക്സസൈസ് 65 കിലോ ഭാരമുള്ള ഇരുമ്പിന്റെ ഉണ്ട്. എന്നിട്ടോ അവന്റെ കയ്യിനൊക്കെ മസിൽ വന്നാണ്. എന്തിനാവോ ഈ മസിൽ ഉപയോഗിക്കണത്? മസിൽ ഉപയോഗിക്കണ ഓന്റെ സുഹൃത്ത് കല്യാണം കഴിച്ച അന്ന് രാത്രി 2 മണിക്കും 12 മണിക്കും അവന്റെ അറന്റെ പുറത്ത് പോയിട്ട് പടക്കം പൊട്ടിക്കാൻ. തമദ്ദുൻ ആഫരി ഖല്ലാഖിയായിലെ ജഹാൻദാരി വസഹറായി അറബിയനി ശുത്തർബാനും കഗഹ്വാറാ. എല്ലാ അധർമ്മത്തിനുമെതിരെ സന്ധിയില്ലാ സമരം നടത്തിയവരാണവർ. നീയോ അവരുണ്ടാക്കിയ സംസ്കാരത്തെ നശിപ്പിക്കുകയാണ് നീ. പിന്നെ എങ്ങനെയാണ് ലോകം നിന്നെ വെറുക്കാതിരിക്കുക എന്ന് അല്ലാമ ഇഖ്ബാല ചോദിച്ചത്. ഗവാദിയം നജോസില ഫസീമി റാഖ് പായികി സുറയ്യ സേ ജമീൻ പർ ആസ്മാൻ ने हमको भी मारा. ആകാശം പോലും നമ്മളെ വെറുത്തുപോയി, ഭൂമി പോലും നമ്മളെ വെറുത്തുപോയി. ആകാശം വെറുത്തോണ്ടാ മഴ പെയ്യിപ്പിക്കാൻ മടിക്കണത്. ഭൂമി വെറുത്തത് കൊണ്ടാണ്. വല്ല കൃഷിയും നമ്മൾ ഉണ്ടാക്കി ഉണ്ടാകുണ്ടോ? ഇല്ല. വളടാത്ത വായന്റെ ഒക്കെ കോലം നോക്കിയാണ്. ഇംഗ്ലീഷ് വളടാത്ത വായന്റെ കോലം നോക്കി. എന്തേ? ഭൂമി നമുക്ക് മുളപ്പിച്ചു തരാൻ മടിക്കുകയാണ്. എന്താ കാരണം? അള്ളാഹു വെറുത്ത തമ്മാടികളായി നമ്മൾ പോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ കണ്ടു ഒരു പുതിയാപ്പിള വരുന്ന വീട്ടിലേക്ക് നിക്കാഹിന് വേണ്ടി പോയിരിക്കുക. നിക്കാഹിന് വേണ്ടി പോയിരിക്കുമ്പോൾ ഒരു പുതിയാപ്പിളോട് വരിക. പുതിയാപ്പിള വരാൻ തുടങ്ങിയാൽ തന്നെ ഒച്ചുമ്പുളിയൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് കണ്ണൂർ. നിങ്ങളെ നാട്ടെങ്ങനെ അറിയില്ല, ഇവിടെ എങ്ങനെയെന്ന് അറിയില്ല. ഞാൻ കണ്ണൂർക്കാരനല്ല കേട്ടോ, ഞാൻ മലപ്പുറക്കാരൻ. ആക്കോട് തന്നെ മലപ്പുറം. പക്ഷെ 17 കൊല്ലമായിട്ട് കണ്ണൂരാണ്. ഇവിടുത്തെ സംസ്കാരത്തെക്കാൾ അവിടുത്തെ സംസ്കാരം അറിയാം. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൂടി എഴുന്നേറ്റ് ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട് പുതിയാപ്പിള ചെയ്യുക. അപ്പം ഞാൻ ചെന്ന പുതിയാപ്പിള വരുന്നുണ്ടെന്ന്. അപ്പം ഞാനും എഴുന്നേറ്റ്. അപ്പം എന്നോട് ഒരാൾ നിസാടി ഇരുന്നോളിയാണ്. ഞാൻ പറഞ്ഞു എല്ലാവരും ജയിച്ചിരിക്കുമ്പോൾ ഞാൻ മാത്രം അങ്ങനെ ഇരിക്കുന്നത്, ഞങ്ങളാടി ഇരുന്നോളിയാണ്. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഈ പുതിയാപ്പിള വീട്ടിൽ കൊണ്ട് കയറി വരുന്ന സമയത്ത് ഈ വാപ്പ പോയി ഇവനെ സ്വീകരിക്കാൻ. ഈ പെണ്ണിനെ കല്യാണം ചെയ്തു കൊടുക്കാൻ, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ വാപ്പ സ്വീകരിക്കാൻ പോയപ്പോൾ കൂട്ടത്തിലുള്ള ഏതോ ഒരുത്തൻ ബബിൾ സ്പ്രേ പൊട്ടിച്ചു. വേറൊരുത്തൻ ആ പൊടിയില്ലേ, പൊടി ഇയാളെ മേത്തുകണി വിതറി. ഇയാളെ കല്യാണത്തിന് വാങ്ങി വെച്ച ഡ്രസ്സ് മുഴുവനാകെ അരപ്പായി. എന്നിട്ട് നോക്കിയിട്ട് കക്ക എന്നാണ് ചിരിക്കുക. എടാ, ഇതിന്റെ പേരാ തമ്മാടിത്തരം. വേറെ തന്റെ ഹൃദയത്തിൽ കുത്തിയിട്ട് നീ ചിരിക്കേ, അതിനല്ലേ പരിഹാസം എന്ന് പറയാ? അതിനല്ലേ പരിഹാസമെങ്കിൽ പിന്നെ എന്തിനാ പരിഹാസം എന്ന് പറയാ? അങ്ങനെ ചിരിക്ക. ആ പാവം മനുഷ്യൻ പോയിട്ട് ഡ്രസ്സ് മാറി വന്നിട്ടാ പിന്നെ നിക്കാഹ് ചെയ്തത്. ഞാൻ മറ്റേ തലശ്ശേരി ഭാഗത്തൊരു നിക്കാഹ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു വാപ്പ അങ്ങനെ കരയാണ്. പുതിയാപ്പൾക്ക് ഇയാൾ ഇങ്ങനെ കരയണത്. ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ എന്തിനാ ഈ മനുഷ്യൻ കരയണത്? ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സമയമല്ലേ നിക്കാഹ് ചെയ്യുന്ന സമയം. ഞാനിങ്ങനെ ചിന്തിച്ചു. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ചൊരു മൂലയിലേക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചു, എന്തിനാങ്ങൾ കരഞ്ഞത്? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? സ്വർണത്തിന്റെ പ്രശ്നമുണ്ടോ? സാറേ, എനിക്ക് ഒരു പെണ്ണു 2 ആണോ. ഒരു കൊല്ലം മുമ്പേ ഞാൻ ഈ പെണ്ണിന് വേണ്ടിയുള്ള അറ റെഡിയാക്കിയിട്ടുണ്ട്. അറ കണ്ണൂർ ഭാഗത്തുള്ള ശീലാണ്. പുതിയാപ്പിളാര് ഭാര്യന്റെ വീട്ടിലാ താമസ്കാര. ഒരു കൊല്ലം മുമ്പേ ഞാൻ അറ റെഡിയാക്കിയിട്ടുണ്ട്. എന്റെ മകൾക്ക് ഞാൻ കൊടുക്കുന്നത് 100 പവൻ സ്വർണ്ണാഭരണമാണ്. ഒരു കൊല്ലം മുമ്പ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ കരഞ്ഞ് എന്നോട് പറഞ്ഞു, അല്ല ഉസ്താദേ, 18 കൊല്ലം കണ്ണിന്റെ ഹിമവെട്ടാതെ ഞാൻ പൊന്നുപോലെ നോക്കി എന്റെ പൊന്നുമോളെ
കരൽ പറിച്ചു കൊടുക്കുന്ന പോലെ ഞാനൊരു ചെറുപ്പക്കാരനെ പറിച്ചു കൊടുത്തതാണ്. ഒരു വാപ്പന്റെ മനസ്സേ, അയാളെന്നോട് പറയാണ്, ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും വലിയ ദാനമാണത്. അല്ലാഹു ഉസ്താദേ, സ്വന്തം മക്കളെ, കരലിന്റെ കട്ടമായ മക്കളെ കരൽ പറിച്ചു കൊടുക്കുന്ന പോലെ പറിച്ചു കൊടുക്കാൻ. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദര, ആ ഭാര്യ പിതാവിന്റെ മുമ്പിലേക്ക് ചണ്ട കൊട്ടിയാണോ കയറി ചെല്ലേണ്ടത്? പാവം ആ ഭാര്യ പിതാവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ കുറെ തമ്മാടി പിള്ളേരുമായി കയറി ചെന്നിട്ട് അവിടെ യുദ്ധസമാനമായ ഒരു രീതി സൃഷ്ടിച്ചിട്ട് തിരിച്ചു വരികയാണോ ചെയ്യേണ്ടത്? ഭാര്യ പിതാവിനെ ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് തന്ന ഭാര്യ പിതാവിനെ കാണുമ്പോ അസ്സലാമു അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ഇതിന് പകരം സ്വർഗം തരട്ടെ എന്ന പ്രാർത്ഥനയില്ലാതെ മറിച്ചൊന്നും കൊടുക്കാനില്ല എന്റെ സഹോദര. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറയും മോഡിയെ വായ്പണ്ട്, മോഡിയല്ല വായ്പണ്ടാക്കി, നമ്മൾ വായ്പണ്ടാക്കിയ നമ്മളിവിടെ വേണ്ടാന്ന് റബ്ബിന്റെ തീരുമാന. ഈ കോലത്തില എന്തിനാ നമ്മളിവിടെ? ഹമുറാഹിമീനായ റബ്ബ് തന്ന ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ സമയം അതിക്രമിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്. 20 മിനിറ്റ് ഞാൻ അധികം സംസാരിച്ചിട്ടുണ്ട്. 11:08 ഞാൻ വഅള് നിർത്തുന്നു പറഞ്ഞതാണ്. 11:38 ആയിട്ടുണ്ട്. 20 മിനിറ്റ് ഞാൻ അധികം വഅള് പറഞ്ഞു. അതൊന്നത് തീരട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ്. ഇനി നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹുവിനോട്, പടച്ചവനോട് ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ഇനിയുള്ള ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഞാൻ അള്ളാഹുവിനോട് നമ്മൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് പൊറുക്കലിനെ ചോദിച്ച് ഒരു പുതുജീവിതത്തിലേക്ക് കടക്കാൻ റബ്ബിനോട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നമ്മൾ പിരിയാം. അള്ളാഹു ഈ സദസ്സ് മാറ്റമുള്ള സദസ്സാക്കി തരട്ടെ. അല്ലാഹുവേ, മാറ്റമുള്ള സദസ്സാക്കി തരണേ അല്ലാഹ്. എന്തായി? അൽഹംദുലില്ലാഹ്.